ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നടന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ആരും അവന് വിശ്വസിച്ചില്ല. അവന്റെ വാക്കുകൾ കാറ്റിലലിഞ്ഞുപോയ സ്വപ്നങ്ങളായി. അവന്റെ ഓർമ്മകൾ ഭ്രാന്തന്റെ ജൽപ്പനങ്ങളായി. എന്നാൽ സത്യം പലപ്പോഴും കെട്ടുകഥകളേക്കാൾ വിചിത്രമായിരിക്കും. വെനീസിന്റെ മനോഹരമായ കനാലുകളിലൂടെ, മഞ്ഞുമൂടിയ പർവ്വതനിരകളിലൂടെ, മണലാരണ്യങ്ങളുടെ തീവ്രതയിലൂടെ ഒരു സാഹസികന്റെ യാത്ര ആരംഭിക്കുകയായിരുന്നു. മാർക്കോ പോളോ എന്ന ആ മനുഷ്യന്റെ കഥ കേൾക്കൂ. കഥ തുടങ്ങും മുമ്പ് ഒരു നിമിഷം നിങ്ങളുടെ ചുറ്റും ശ്രദ്ധിക്കൂ. നിങ്ങൾ ഈ കഥ കേൾക്കുന്നത് രാത്രിയാണോ പകലോ? ഈ സമയത്തിന്റെ നിലയ്ക്കാത്ത ഒഴുക്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണോ ഈ വാക്കുകൾ കേൾക്കുന്നത്? എവിടെയിരുന്നാണ് നിങ്ങൾ ഈ കഥ കേൾക്കുന്നത്? ചില കഥകൾ അവ കേവലം കേട്ടുമറിയുന്നതല്ല, കാലം കാത്തുവച്ച ചില രഹസ്യങ്ങളാണ്. ഓരോ വാക്കും ഒരു പുതിയ ലോകം തുറക്കും. നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം മാഞ്ഞു പോകുന്നതുപോലെ, ഒരു പഴയ കാലത്തിലേക്ക് നിങ്ങൾ അറിയാതെ നടന്നടക്കുന്നതുപോലെ തോന്നും. അറിയാത്ത ചില സത്യങ്ങൾ, അവ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ തെളിയാനൊരുങ്ങുന്നു. ഈ രഹസ്യങ്ങൾ ഓരോ രാത്രിയിലും നിങ്ങൾ അറിയാൻ, ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിഷയുടെ കഥകളിൽ കൂട്ടായി നിൽക്കാൻ, നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാൻ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യണേ. 13ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ 7 കടലിനപ്പുറമുള്ള നിഗൂഢതകളെക്കുറിച്ച് വെനീസിലെ ജനങ്ങൾ സ്വപ്നം കണ്ടിരുന്ന കാലം. കനാലുകളിലൂടെ ഒഴുകി നീങ്ങുന്ന ഗോണ്ടോളകളും, പല വർണ്ണങ്ങളിലുള്ള കപ്പലുകളും, കിഴക്കൻ ദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധദ്രവ്യങ്ങളുടെ ഗന്ധവും, സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമായ ഡൊഗേസ് കൊട്ടാരവും വെനീസ് അന്ന് യൂറോപ്പിന്റെ കിഴക്കൻ കവാടമായിരുന്നു. ഓരോ തിരമാലയും ദൂരദേശങ്ങളിലെ കഥകൾ മന്ത്രിച്ചുകൊണ്ട് സാഹസികരെയും വ്യാപാരികളെയും ആകർഷിച്ചിരുന്നു. എന്നാൽ ഈ പ്രൗഢമായ നഗരത്തിന്റെ അടിത്തട്ടിൽ അധികാരത്തിനായുള്ള രഹസ്യനീക്കങ്ങളും കുടുംബകലഹങ്ങളും ഒരുപോലെ അലയടിച്ചിരുന്നു. പോളോ കുടുംബം വെനീസിലെ പ്രശസ്തരായ വ്യാപാരികളായിരുന്നു. അവരുടെ കപ്പലുകൾ 7 കടലുകൾക്കപ്പുറം ചെന്നെത്തിയിരുന്നു. നിക്കോളോ പോളോയും അദ്ദേഹത്തിന്റെ സഹോദരൻ മഫിയോ പോളോയും അറിയപ്പെടുന്ന വ്യാപാരികളായി പേരെടുത്തിരുന്നു. അവർ കിഴക്കൻ ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും അപൂർവമായ സാധനങ്ങൾ വെനീസിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ വെറുമൊരു കച്ചവടത്തിനപ്പുറം ലോകം കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹം അവരെ നയിച്ചു. നിക്കോളോ പോളോയുടെ മകനായിരുന്നു മാർക്കോ പോളോ. അവന്റെ കുട്ടിക്കാലം വെനീസിന്റെ പ്രൗഢമായ കാഴ്ചകൾക്കിടയിലായിരുന്നു. കപ്പലുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിചിത്ര വസ്തുക്കൾ, വിദേശ വ്യാപാരികളുടെ ഭാഷകൾ, അച്ഛനും അമ്മാവനും യാത്രകളെക്കുറിച്ചു പറഞ്ഞിരുന്ന അത്ഭുത കഥകൾ, ഇതെല്ലാം മാർക്കോയുടെ കൊച്ചുമനസ്സിൽ ഒരു വലിയ ലോകത്തെക്കുറിച്ചുള്ള ആകാംക്ഷ നിറച്ചു. വെനീസിലെ കത്തീഡ്രലുകളിലെ മണികളുടെ നേർത്ത ശബ്ദം അവന്റെ കാതുകളിൽ ദൂരദേശങ്ങളിലെ അജ്ഞാത നഗരങ്ങളെക്കുറിച്ചുള്ള ഗാനങ്ങളായി മാറി. കിഴക്കിന്റെ മാന്ത്രികതയെക്കുറിച്ച് കേൾക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരുതരം തിളക്കം പ്രത്യക്ഷപ്പെടും. അവന് കേവലം കച്ചവടത്തെക്കുറിച്ചായിരുന്നില്ല, പുതിയ ലോകങ്ങളെക്കുറിച്ചും പുതിയ മനുഷ്യരെക്കുറിച്ചും അറിയാനായിരുന്നു ആഗ്രഹം. മാർക്കോയ്ക്ക് 17 വയസ്സ് പ്രായമുള്ളപ്പോൾ അവന്റെ ജീവിതത്തിലെ വഴിത്തിരിവുണ്ടായി. നിക്കോളോയും മഫിയോയും തങ്ങളുടെ ആദ്യത്തെ കിഴക്കൻ യാത്ര കഴിഞ്ഞ് വെനീസിലേക്ക് തിരിച്ചെത്തി. കുബ്ലൈ ഖാൻ എന്ന മഹാരാജാവിന്റെ രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ സ്വർണവും രത്നങ്ങളും പട്ടും സുഗന്ധദ്രവ്യങ്ങളെക്കുറിച്ചും അവർ വാചാലരായി. കുബ്ലൈ ഖാൻ തങ്ങളെ യൂറോപ്പിലേക്ക് തിരിച്ചയച്ചത് ഒരു പ്രത്യേക ദൗത്യവുമായി ആയിരുന്നു. ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചും യൂറോപ്യൻ സംസ്കാരത്തെക്കുറിച്ചും പഠിക്കാൻ പാശ്ചാത്യ ലോകത്തുനിന്ന് 100 പണ്ഡിതന്മാരെയും ക്രിസ്തുവിന്റെ വിശുദ്ധ എണ്ണയും കൊണ്ടുവരാനായിരുന്നു ഖാനിന്റെ ആവശ്യം. മാർക്കോയ്ക്ക് അതൊരു കേവലം യാത്രയായിരുന്നില്ല, അത് അവന്റെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായിരുന്നു. എനിക്ക് നിങ്ങളോടൊപ്പം വരണം, അവൻ അച്ഛനോടും അമ്മാവനോടും യാചിച്ചു. അവന്റെ കണ്ണുകളിലെ തീവ്രമായ ആഗ്രഹം കണ്ടപ്പോൾ അവർക്കവനെ തടയാൻ കഴിഞ്ഞില്ല. 1271 മൂവരും ചേർന്ന് വെനീസിൽ നിന്ന് പുറപ്പെട്ടു. യാത്രയുടെ തുടക്കത്തിൽ അഡ്രിയാറ്റിക് കടലിലൂടെയുള്ള നീണ്ട കപ്പൽ യാത്രയിൽ വെനീസിന്റെ പ്രൗഢി പതിയെ മാഞ്ഞുപോയി. മുന്നിൽ കണ്ടത് അജ്ഞാതവും അപകടകരവുമായൊരു ലോകമായിരുന്നു. അവർ ആദ്യം പെർഷ്യൻ നഗരങ്ങളിലൂടെ സഞ്ചരിച്ചു. ഓരോ നഗരവും ഓരോ അനുഭവങ്ങളായിരുന്നു. ബുഖാറയിലും സമർഖണ്ഡിലും കച്ചവട കേന്ദ്രങ്ങളിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ ഒരുമിച്ചു കൂടുന്നത് മാർക്കോ കണ്ടു. അറബികൾ, പേർഷ്യൻകാർ, ചൈനക്കാർ, തുർക്കികൾ, ഓരോരുത്തർക്കും അവരുടേതായ ഭാഷയും വസ്ത്രങ്ങളും ആചാരങ്ങളും ഉണ്ടായിരുന്നു. മസാലകളുടെയും പട്ടിന്റെയും തുകലിന്റെയും ഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞുനിന്നു. മാർക്കോ ഈ നഗരങ്ങളിലൂടെ നടക്കുമ്പോൾ അവൻ തനിക്കു ചുറ്റുമുള്ള ലോകത്തെ ഒരു വലിയ പുസ്തകമായി കണ്ടു. ഓരോ അധ്യായവും പുതിയ അറിവുകൾ നൽകുന്നു. എന്നാൽ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. പുരുഷൻ പീഠഭൂമി കടന്ന് അവർ കിഴക്കൻ ഭാഗങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ പ്രകൃതിയുടെ ഭീകരമായ മുഖം അവർക്ക് കാണാൻ കഴിഞ്ഞു. ഗോബി മരുഭൂമിയിലെ ചുറ്റുപൊള്ളുന്ന മണലാരണ്യങ്ങൾ അവരുടെ ക്ഷമയെ പരീക്ഷിച്ചു.
പകൽ സമയത്ത് സൂര്യൻ തലയ്ക്ക് മുകളിൽ കനൽ കോരിയിട്ടു. കാറ്റിൽ മണൽത്തരികൾ കണ്ണിലടിച്ചു കയറി. രാത്രികളിൽ മരുഭൂമിയിലെ നിശബ്ദത കാതടപ്പിക്കുന്നതായിരുന്നു. ദൂരെ മണൽക്കുന്നുകളിൽ നിന്ന് ഉയർന്നു കേട്ട ചില ശബ്ദങ്ങൾ മരുഭൂമിയിലെ ദുരാത്മാക്കളുടെ നിലവിളിയാണെന്ന് വഴികാട്ടികൾ പറഞ്ഞു. മാർക്കോ അതൊരു കൗതുകത്തോടെ കേട്ടു. എങ്കിലും ഒരുതരം ഭയം അവന്റെ മനസ്സിൽ നിറഞ്ഞു. മരുഭൂമി കടന്ന് അവർ പമീർ പർവ്വതനിരകളിലേക്ക് പ്രവേശിച്ചു. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഈ പ്രദേശം മഞ്ഞുമൂടിയ കൊടുമുടികളാലും കൊടും തഴുപ്പാലും ഭയാനകമായിരുന്നു. ഉയരം കൂടുന്തോറും ശ്വാസമെടുക്കാൻ പോലും പ്രയാസമായി. ഇവിടെ മഞ്ഞുപാളികളിൽ നിന്നുവരുന്ന ഒരുതരം പ്രതിധ്വനി, ദൂരെയുള്ള ആശ്രമങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനാ ഗാനങ്ങൾ പോലെ മാർക്കോയ്ക്ക് തോന്നി. ചിലപ്പോൾ മഞ്ഞുപാളികൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഗുഹകളിൽ നിന്ന് വിചിത്രമായ വെളിച്ചങ്ങൾ മിന്നിമറിയുന്നത് അവൻ കണ്ടു. അവിടുത്തെ ജനങ്ങൾ പറഞ്ഞത് ഈ ഗുഹകളിൽ പുരാതനമായ ചില ശക്തികൾ ഉറങ്ങുന്നുണ്ടെന്നാണ്. ഓരോ ദിവസവും പുതിയ വെല്ലുവിളികളും പുതിയ കാഴ്ചകളുമായിരുന്നു. കിഴക്കൻ സംസ്കാരങ്ങളുടെ വിചിത്രമായ ആചാരങ്ങൾ മാർക്കോയെ അത്ഭുതപ്പെടുത്തി. ഒരു നഗരത്തിൽ കണ്ടത് നവജാത ശിശുക്കളെ പുഴയിലെ ഒഴുക്കുവെള്ളത്തിൽ കുളിപ്പിച്ച് അവരുടെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്ന സ്ത്രീകളെയാണ്. മറ്റൊരു സ്ഥലത്ത് മരങ്ങളുടെ ഇലകളിൽ മന്ത്രങ്ങൾ എഴുതി കാറ്റിൽ പറത്തുന്ന ആളുകളെയും അവൻ കണ്ടു. ഇവയെല്ലാം സത്യമാണോ കെട്ടുകഥയാണോ എന്ന് മാർക്കോയ്ക്ക് മനസ്സിലായില്ല. അവന്റെ യൂറോപ്യൻ ചിന്തകളെയും വിശ്വാസങ്ങളെയും ഈ യാത്ര ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ വർഷങ്ങൾ നീണ്ട യാത്രകൾക്ക് ശേഷം അവർ മംഗോൾ സാമ്രാജ്യത്തിന്റെ അതിർത്തികളിലെത്തി. ആ സാമ്രാജ്യത്തിന്റെ വലിപ്പം അവരെ ഞെട്ടിച്ചു. ഒരതിര് കാണാതെ പരന്നുകിടക്കുന്ന ഈ ദേശം യൂറോപ്പിലെ ഒരു രാജ്യങ്ങളെക്കാൾ വലുതായിരുന്നു. അവിടുത്തെ ആളുകൾക്ക് വിചിത്രമായ ആയോധ്യവിദ്യകളും അതിശക്തരായ കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു. ഭയവും ആകാംക്ഷയും നിറഞ്ഞ മനസ്സോടെയാണ് അവർ കുബ്ലൈഖാന്റെ കൊട്ടാരത്തിലേക്ക് നീങ്ങിയത്. വഴിയരികിൽ കാവൽ നിന്ന സൈനികർ യൂറോപ്പിൽ കണ്ടതിലും ശക്തരും ഭീകരരുമായിരുന്നു. കൊട്ടാരത്തിന്റെ വാതിൽ തുറന്നപ്പോൾ മാർക്കോയ്ക്ക് കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു വലിയ ലോകം തന്നെ ആ കൊട്ടാരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതുപോലെ തോന്നി. ആയിരക്കണക്കിന് ആളുകൾ പല വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കൊട്ടാരത്തിനുള്ളിൽ നടന്നു നീങ്ങുന്നു. സ്വർണം പൂശിയ ടൂണുകളും പട്ടുനൂലുകൾ കൊണ്ടുള്ള ചിത്രപ്പണികളും മരതകക്കല്ലുകൾ പതിച്ച ഭിത്തികളും. അവനൊരു സ്വപ്നലോകത്തിലെത്തിയതുപോലെ തോന്നി. കുബ്ലൈഖാന്റെ സിംഹാസനം ഒരു ഉയരത്തിലുള്ള പീഠത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ചുറ്റും രാജകുമാരന്മാരും മന്ത്രിമാരും സൈനിക മേധാവികളും നിന്നു. സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് കുബ്ലൈഖാൻ മൂവരെയും നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരുതരം കൗതുകവും അധികാരവും ഒരുമിച്ചു കണ്ടു. യൂറോപ്പിലെ സാധാരണ രാജാക്കന്മാരെപ്പോലെ ആയിരുന്നില്ല ഖാൻ. അദ്ദേഹത്തിന് ഒരു ദൈവികത്വം കലർന്ന പ്രൗഢിയുണ്ടായിരുന്നു. മാർക്കോപോളോ, ഒരു യൂറോപ്യൻ യുവാവ്, ലോകത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഒരു മഹാരാജാവിന്റെ സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്നു. അവന്റെ കൈകളിൽ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ എണ്ണയും അവന്റെ മനസ്സിൽ അജ്ഞാതമായ ലോകത്തെക്കുറിച്ചുള്ള 1000 ചോദ്യങ്ങളും. ഖാനിന്റെ ഒരു ചലനം പോലും ആ വലിയ കൊട്ടാരത്തിൽ ഒരു വലിയ പ്രകമ്പനമുണ്ടാക്കുന്നതുപോലെ മാർക്കോയ്ക്ക് തോന്നി. ഖാൻ പതിയെ ചിരിച്ചു. ആ ചിരിയിൽ ഒരുതരം നിഗൂഢത ഒളിഞ്ഞുകിടന്നു. നിങ്ങൾ വന്നുവല്ലേ? അദ്ദേഹം കനത്ത ശബ്ദത്തിൽ ചോദിച്ചു. ആ ചോദ്യത്തിന് പിന്നിൽ വരാനിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുടെ സൂചനകൾ ഒളിഞ്ഞുകിടക്കുന്നതായി മാർക്കോയ്ക്ക് തോന്നി. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അധ്യായം ആരംഭിക്കാൻ പോവുകയായിരുന്നു. പക്ഷേ ആ കൊട്ടാരത്തിനുള്ളിലെ പൊളിറ്റിക്കൽ ചതിക്കുഴകളെക്കുറിച്ചോ ഖാനിന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളെക്കുറിച്ചോ മാർക്കോയ്ക്കൊരു ധാരണയുമുണ്ടായിരുന്നില്ല. ഖാനിന്റെ നട്ടിലിൽ ഒരുതരം നിഗൂഢമായ ചിരി മിന്നിമറഞ്ഞു എന്ന് മാർക്കോയ്ക്കൊരു മുന്നറിയിപ്പായിരുന്നു. അടുത്ത പ്രഭാതത്തിൽ ആ നഗരം മഞ്ഞുപോലെ അപ്രത്യക്ഷമായിരുന്നു. അതെന്തിൻ്റേതായിരുന്നു? ആ മഹാസാമ്രാജ്യത്തിന്റെ ഹൃദയത്തിൽ കുബ്ലായ് ഖാന്റെ വിശ്വസ്തത നേടിയെടുക്കുക എന്നത് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. കൊട്ടാരത്തിന്റെ ഓരോ ചുവരിലും നിഗൂഢമായ രഹസ്യങ്ങൾ ഒളിഞ്ഞിരുന്നു. മാർക്കോയ്ക്ക് ചുറ്റും വിശ്വസ്തരും ചതിയന്മാരും ഒരുപോലെ അലഞ്ഞു നടന്നു. അവൻ കണ്ട ലോകം കേവലം കാഴ്ചകളുടെ ഒരു പ്രദർശനമായിരുന്നില്ല. അത് സത്യവും മിഥ്യയും കെട്ടുപിണഞ്ഞ ഒരു മായാജാലമായിരുന്നു. കഴിഞ്ഞ ഭാഗത്തിൽ ഖാന്റെ നിഗൂഢമായ ചിരിയും അയാളുടെ ചോദ്യവും മാർക്കോയുടെ മനസ്സിൽ ആശങ്ക നിറച്ച് അവസാനിച്ചുവല്ലോ. ആ ചോദ്യത്തിന്റെ പ്രതിധ്വനികൾ അവന്റെ ഉറക്കം കെടുത്തി. ഖാന്റെ കൊട്ടാരത്തിലെ ആദ്യത്തെ പ്രഭാതം. കിഴക്കൻ സൂര്യൻ സ്വർണ്ണനിറത്തിൽ കൊട്ടാരത്തിന്റെ ഗോപുരങ്ങളിൽ തഴുകി. എന്നാൽ മാർക്കോയുടെ മനസ്സിൽ ഇരുട്ടായിരുന്നു. നിങ്ങൾ കൊണ്ടുവന്ന കഥകൾ സത്യമാണോ, അതോ വെറും കെട്ടുകഥകളോ? ഖാന്റെ ആ ചോദ്യമൊരു വെല്ലുവിളിയായിരുന്നു, ഒരു പരീക്ഷണം. യൂറോപ്പിലെ കൊട്ടാരങ്ങളിൽ കണ്ടതുപോലെയുള്ള സാധാരണമായ ചതികളായിരുന്നില്ലിവിടെ. ഇവിടെ ഓരോ വാക്കും ഓരോ നോട്ടവും ഒരു യുദ്ധക്കളത്തിലെ തന്ത്രങ്ങളായിരുന്നു. നിക്കോളോയും മഫിയോയും വർഷങ്ങൾക്ക് മുൻപ് ഖാന്റെ വിശ്വാസം നേടിയവരായിരുന്നു. അവർക്ക് കൊട്ടാരത്തിലെ അന്തരീക്ഷം ഒരു പരിധിവരെ പരിചിതമായിരുന്നു. പക്ഷെ മാർക്കോയ്ക്കെല്ലാം പുതിയതായിരുന്നു. അവന്റെ കൗതുകം ഭയത്തേക്കാൾ വലുതായിരുന്നു. വെനീസിലെ കൊച്ചുകുട്ടികൾ കേൾക്കുന്ന ഭൂതകഥകളേക്കാൾ വിചിത്രമായ കാര്യങ്ങൾ താൻ കണ്ടുവെന്ന് എങ്ങനെയാണ് ഈ ശക്തനായ ഭരണാധികാരിയെ വിശ്വസിപ്പിക്കുക? അന്നുച്ചയ്ക്ക് ഖാൻ അവരെ വീണ്ടും വിളിപ്പിച്ചു. ഇത്തവണ
അദ്ദേഹത്തിന്റെ സമീപം ചൈനീസ് ഭാഷ സംസാരിക്കുന്ന ചില പണ്ഡിതന്മാരും മംഗോളിയൻ സൈനിക മേധാവികളുമുണ്ടായിരുന്നു. ഖാൻ തന്റെ സിംഹാസനത്തിൽ നിന്നിറങ്ങി അവരെ അടുത്തേക്ക് ക്ഷണിച്ചു. പറയൂ, യൂറോപ്പിൽ അന്ന് നിങ്ങൾ കൊണ്ടുവന്ന വിശുദ്ധ എണ്ണയെക്കുറിച്ച്, നിങ്ങളുടെ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച്. ഖാന്റെ ചോദ്യത്തിൽ ഒരുതരം പരിഹാസം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് മാർക്കോയ്ക്ക് തോന്നി. എന്നാൽ നിക്കോളോ ശാന്തനായി തങ്ങൾ കൊണ്ടുവന്ന വിശുദ്ധ എണ്ണയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചും വിവരിച്ചു. മാർക്കോ ശ്രദ്ധയോടെ കേട്ടു. അവന്റെ അച്ഛന്റെ വാക്കുകൾ ഖാനെ എത്രത്തോളം സ്വാധീനിക്കുന്നുവെന്ന് അവൻ ഉറ്റുനോക്കി. ഖാൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരുതരം കൗതുകം നിഴലിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. പോളോ കുടുംബം ഖാന്റെ കൊട്ടാരത്തിൽ അതിഥികളായി കഴിഞ്ഞു. എന്നാൽ വെറുമൊരതിഥിയായിരുന്നില്ല മാർക്കോ. അവന്റെ തീക്ഷ്ണമായ നിരീക്ഷണ പാടവവും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹവും ഖാൻ ശ്രദ്ധിച്ചു. മാർക്കോ പലപ്പോഴും കൊട്ടാരത്തിലെ ഉദ്യാനങ്ങളിലും ലൈബ്രറികളിലും സമയം ചെലവഴിച്ചു. അവിടെ അവൻ ചൈനീസ് ഭാഷയും മംഗോളിയൻ ആചാരങ്ങളും പഠിച്ചു. ഒരു ദിവസം ഖാൻ മാർക്കോയെ തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു പ്രത്യേക ദൗത്യമേൽപ്പിച്ചു. തെക്കൻ ചൈനയിലെ ഒരു ഉൾപ്രദേശത്ത് ഖാനെ ധിക്കരിച്ച ഒരു പ്രാദേശിക ഭരണാധികാരിയെ കീഴ്പ്പെടുത്തണം. സൈനിക ദൗത്യമായിരുന്നു. എന്നാൽ ഖാൻ മാർക്കോയോട് ആവശ്യപ്പെട്ടത് അവിടുത്തെ ജനങ്ങളെ ആക്രമിക്കാതെ നയതന്ത്ര പ്രയോഗത്തിലൂടെ കാര്യങ്ങൾ സാധിക്കാനാണ്. ഇത് മാർക്കോയ്ക്കൊരു വലിയ വെല്ലുവിളിയായിരുന്നു. മാർക്കോ ആ പ്രദേശത്തേക്ക് യാത്ര തിരിച്ചു. അവിടുത്തെ ജനങ്ങൾ മംഗോളിയൻ ഭരണത്തെ വെറുത്തിരുന്നു. അവരെ അനുനരിപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. മാർക്കോ ദിവസങ്ങളോളം അവിടുത്തെ നേതാക്കളുമായി സംസാരിച്ചു. അവരുടെ ഭാഷ പഠിച്ചു. അവരുടെ ആചാരങ്ങൾ മനസ്സിലാക്കി. അവസാനം അവന്റെ നയതന്ത്രപരമായ സമീപനം വിജയിച്ചു. യുദ്ധമില്ലാതെ ആ പ്രദേശം ഖാന്റെ കീഴിലായി. ഈ സംഭവം കുബ്ലായ് ഖാനെ വളരെയധികം ആകർഷിച്ചു. അദ്ദേഹം മാർക്കോയെ തന്റെ അടുത്ത വിശ്വസ്തരിൽ ഒരാളായി കണ്ടു. ഖാൻ മാർക്കോയ്ക്ക് പുതിയ പദവികൾ നൽകി ചില നഗരങ്ങളുടെ ഭരണചുമതല പോലും ഏൽപ്പിച്ചു. മാർക്കോയുടെ ജീവിതം മംഗോൾ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി. അവൻ ഖാന്റെ കൊട്ടാരത്തിലെ നിഗൂഢമായ രാഷ്ട്രീയ കളികളും ചതിക്കുഴികളും മനസ്സിലാക്കി. ഇവിടെ പലപ്പോഴും ഒറ്റക്കാരും രഹസ്യമായി കാര്യങ്ങൾ ചെയ്യുന്നവരുമുണ്ടായിരുന്നു. ഒരു നാട്ടിൽ കൊട്ടാരത്തിലെ ഒരു രഹസ്യ ഗ്രന്ഥപുരയിൽ പുരാതനമായ ഒരു രേഖ മാർക്കോയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മംഗോൾ സാമ്രാജ്യത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരു പഴയ പ്രവചനമായിരുന്നു. പ്രവചനത്തിൽ പറയുന്നത്, ദൂരദേശത്തു നിന്നുള്ള ഒരു വെള്ളക്കാരൻ ഖാന്റെ അടുത്ത വിശ്വസ്തനാകും. അവൻ ആ സാമ്രാജ്യത്തെ യൂറോപ്പിലേക്ക് കൊണ്ടുപോകും. മാർക്കോ അത് വായിച്ചപ്പോൾ അവന്റെ ദേഹത്തൊരു വിറയിൽ കയറി. താനാണോ ആ പ്രവചനത്തിലെ വ്യക്തി? പക്ഷെ ആ രേഖയുടെ അടുത്ത പേജിൽ ഭയങ്കരമായൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ അവൻ മടങ്ങിച്ചെല്ലുമ്പോൾ അവന്റെ വാക്കുകൾ കാറ്റിലലിഞ്ഞുപോകും. അവന്റെ സത്യമൊരു കെട്ടുകഥയായി മാറും. അവൻ തനിച്ചാകും. ഒരു മരവിപ്പോടെ മാർക്കോ ആ രേഖയിൽ നിന്ന് കണ്ണെടുത്തു. തനിക്ക് ചുറ്റുമുള്ള കൊട്ടാരത്തിന്റെ നിശബ്ദത അവനെ ഭയപ്പെടുത്തി. ആ പ്രവചനം സത്യമാണോ? താൻ കണ്ട അത്ഭുതങ്ങളെക്കുറിച്ച് യൂറോപ്പിൽ ആരും വിശ്വസിക്കില്ലേ? അടുത്ത പ്രഭാതത്തിൽ ഖാന്റെ കൊട്ടാരത്തിലേക്കൊരു പുതിയ അതിഥിയെത്തി. യൂറോപ്പിൽ നിന്നുള്ള ഒരു പഴയ വ്യാപാരിയായിരുന്നു അയാൾ. ഖാന്റെ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ അയാളെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മാർക്കോ അയാളെ കണ്ടപ്പോൾ ഞെട്ടി. അയാളുടെ മുഖത്തൊരുതരം പരിചിതത്വമുണ്ടായിരുന്നു. ഖാൻ ആ വ്യാപാരിയെ നോക്കി ചിരിച്ചു. നമ്മുടെ യൂറോപ്പിലെ സുഹൃത്തിനെ കണ്ടില്ലേ? ഖാൻ മാർക്കോയോട് പറഞ്ഞു. ഇയാൾക്ക് നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ വ്യാപാരി മാർക്കോയെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരുതരം ദുഷ്ടച്ചിരി മിന്നിമറഞ്ഞു. എനിക്കൊരു കഥ പറയാനുണ്ട്, അയാൾ പറഞ്ഞു. നിങ്ങളുടെ ഈ മാർക്കോ പോളോ എന്നൊരു യൂറോപ്യൻ വ്യാപാരിയെക്കുറിച്ച്, അയാളുടെ കുടുംബത്തെക്കുറിച്ച്, വെനീസിലെ അയാളുടെ പഴയ ജീവിതത്തെക്കുറിച്ച്. മാർക്കോയുടെ മനസ്സിൽ 1000 ഇടിവെട്ടിയതുപോലെ തോന്നി. താൻ വന്ന യൂറോപ്പിൽ നിന്നുള്ള ഒരാൾ. അയാൾക്ക് തന്റെ കുടുംബത്തെക്കുറിച്ചറിയാം. തനിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാം. പക്ഷേ എന്തിനാണ് ഖാൻ ഇയാളെ ഇവിടെ കൊണ്ടുവന്നത്? ഈ വ്യാപാരിയുടെ ഉദ്ദേശമെന്താണ്? അയാൾ തുടർന്നു. യൂറോപ്പിൽ ചില പുതിയ കഥകൾ പ്രചരിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ. മാർക്കോ ഞെട്ടിത്തരിച്ചു. എന്താണ് അയാൾ പറയാൻ പോകുന്നത്? തനിക്കറിയാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ തന്റെ കുടുംബത്തിനുണ്ടോ? അവന്റെ കഴിഞ്ഞകാലം അവനെ വേട്ടയാടാൻ വരികയായിരുന്നോ? മംഗോൾ സാമ്രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് 1000കണക്കിന് മൈലുകൾക്കപ്പുറം നിന്നുവന്ന ഒരു അപരിചിതൻ അവന്റെ കുടുംബത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ഒരുങ്ങുന്നു. ഖാന്റെ ചിരിക്ക് പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്നത് ഒരു തന്ത്രമായിരുന്നോ? കഴിഞ്ഞ ഭാഗത്തിൽ യൂറോപ്പിൽ നിന്നുള്ള ഒരു വ്യാപാരി കൊട്ടാരത്തിലെത്തിയതും മാർക്കോയുടെ കുടുംബത്തെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ഒരുങ്ങുന്നതും കേട്ട് നാം അവസാനിച്ചുവല്ലോ. ആ രഹസ്യങ്ങൾ എന്തായിരുന്നു? ആ വ്യാപാരിയുടെ വാക്കുകൾ കൊട്ടാരത്തിന്റെ നിശബ്ദതയെ കീറിമുറിച്ചു. മാർക്കോയുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. വർഷങ്ങളായി അവൻ യൂറോപ്പിനെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചിരുന്നില്ല. അവന്റെ ലോകം കുബ്ലായ് ഖാന്റെ സാമ്രാജ്യമായി മാറിയിരുന്നു.
പക്ഷേ അവന്റെ പഴയ ജീവിതം അവനെ തേടിയെത്തിയിരിക്കുന്നോ? അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നോ? അതോ ഒരു കെണിയായിരുന്നോ? നിക്കോളോയും മഫിയോയും ആ വ്യാപാരിയെ സംശയത്തോടെ നോക്കി. അവർക്ക് അയാളെ മുൻപ് കണ്ട ഓർമ്മയില്ല. എങ്കിലും യൂറോപ്പിൽ നിന്നുള്ള ഒരാൾക്ക് തങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് എങ്ങനെ അറിയാം? അവരാശങ്കാകുലരായി. ഖാൻ ഇതെല്ലാം ഒരു പുഞ്ചിരിയോടെ നോക്കിക്കാണുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു തരം കൗതുകം നിറഞ്ഞിരുന്നു. മാർക്കോയ്ക്ക് ആ വ്യാപാരിയെ ഇഷ്ടപ്പെട്ടില്ല. അയാളുടെ കണ്ണുകളിൽ ഒരു തരം ദുഷ്ടത ഒളിഞ്ഞിരിപ്പുണ്ടെന്നവന് തോന്നി. പക്ഷേ ഈ നിമിഷം തന്റെ വികാരങ്ങൾ അടക്കണമെന്നവൻ അറിയാമായിരുന്നു. ഖാന്റെ മുന്നിൽ ദേഷ്യം കാണിക്കുന്നത് ബുദ്ധിശൂന്യതയായിരിക്കും. പറയൂ യൂറോപ്പിലെ വ്യാപാരി, എന്താണ് നിങ്ങൾ കൊണ്ടുവന്ന കഥകൾ? ഖാൻ മൃദുലമായ ശബ്ദത്തിൽ പറഞ്ഞു. ആ വ്യാപാരി ഒരു ദീർഘനിശ്വാസമെടുത്തു. അവന്റെ പേര് ഫ്രാൻസിസ്കോ എന്നായിരുന്നു. എന്നെ ഖാന്റെ ആളുകൾ വഴിയിൽ നിന്ന് കണ്ടെത്തിയതാണ്. ഞാൻ യൂറോപ്പിൽ നിന്ന് ഇവിടെ എത്തിയതാണ്. യാദൃശ്ചികമായി പോളോ കുടുംബത്തെക്കുറിച്ച് എനിക്കറിയാം. ഫ്രാൻസിസ്കോ മാർക്കോയെ നോക്കി. നിങ്ങളുടെ പിതാവ് നിക്കോളോ പോളോ ഒരു വലിയ വ്യാപാരിയാണ്. എന്നാൽ യൂറോപ്പിൽ ഇപ്പോൾ ചില ദുഷ്പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബം ഒരു വലിയ കടത്തിലകപ്പെട്ടിരിക്കുകയാണെന്നും നിങ്ങൾ കിഴക്കോട്ട് രക്ഷപ്പെട്ടതാണെന്നും. മാർക്കോയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ കുടുംബം വെനീസിലെ ഏറ്റവും സമ്പന്നരായ വ്യാപാരികളിലൊന്നായിരുന്നു. കടം എന്ന വാക്ക് അവർക്ക് അപരിചിതമായിരുന്നു. ഇത് വ്യാജപ്രചാരണമാണെന്ന് അവൻ അറിയാമായിരുന്നു. എന്നാൽ ഖാന്റെ മുന്നിൽ അതെങ്ങനെ തെളിയിക്കും? ഇതൊരു കളവാണ്, മാർക്കോ ഉറക്കെ പറഞ്ഞു. എന്റെ കുടുംബം കടത്തിലകപ്പെട്ടിട്ടില്ല. ഞങ്ങൾ കച്ചവടത്തിനായി വന്നതാണ്. ഫ്രാൻസിസ്കോ ചിരിച്ചു. കടം മാത്രമല്ല, നിങ്ങളുടെ വെനീസിലെ എതിരാളികൾ പ്രചരിപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് മംഗോൾ സാമ്രാജ്യത്തിലെ രഹസ്യങ്ങളുമായി ബന്ധമുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഖാൻ നിങ്ങളെ സംരക്ഷിക്കുന്നതെന്നും. ഇതൊരു കെണിയാണെന്ന് മാർക്കോയ്ക്ക് മനസ്സിലായി. ഫ്രാൻസിസ്കോ വെറുമൊരു വ്യാപാരി ആയിരുന്നില്ല. അയാൾ വെനീസിലെ തങ്ങളുടെ എതിരാളികളായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. തങ്ങളെ അപകീർത്തിപ്പെടുത്താനായി അയച്ച ചാരനായിരുന്നു അയാൾ. ഞങ്ങൾ ഖാന്റെ വിശ്വസ്തരാണ്, നിക്കോളോ പറഞ്ഞു. ഈ വ്യാപാരി കളവു പറയുകയാണ്. ഖാൻ എല്ലാം ശ്രദ്ധയോടെ കേട്ടു. അദ്ദേഹം ഫ്രാൻസിസ്കോയെയും മാർക്കോയെയും മാറി മാറി നോക്കി. സത്യമെന്താണെന്ന് ഞാൻ കണ്ടെത്തുമെന്ന് ഖാൻ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. ഫ്രാൻസിസ്കോ, നിങ്ങൾ കൊട്ടാരത്തിൽ അതിഥിയായിരിക്കും. എന്നാൽ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക. ആ ദിവസം മുതൽ ഫ്രാൻസിസ്കോ കൊട്ടാരത്തിൽ ഒരു നിഴൽ പോലെ അവരെ പിന്തുടർന്നു. അയാൾ പലപ്പോഴും ഖാന്റെ അടുത്ത് ചെന്ന് മാർക്കോയെക്കുറിച്ച് ദുഷ്പ്രചാരണങ്ങൾ നടത്തി. മാർക്കോ ഖാനുമായി അടുക്കുന്നത് കണ്ടപ്പോൾ ഫ്രാൻസിസ്കോയ്ക്ക് അസൂയ തോന്നി. മാർക്കോയ്ക്ക് ഈ പ്രശ്നം പരിഹരിച്ചേ മതിയാകൂ. തന്റെ കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കണം. കൂടാതെ ഖാന്റെ വിശ്വാസവും നഷ്ടപ്പെടാൻ പാടില്ല. അവൻ നിക്കോളോയോടും മഫിയോയോടും സംസാരിച്ചു. നമ്മൾ ഫ്രാൻസിസ്കോയുടെ കളവെങ്ങനെ തെളിയിക്കും? മഫിയോ ചോദിച്ചു. എനിക്കൊരു വഴിയുണ്ട്, മാർക്കോ പറഞ്ഞു. ഫ്രാൻസിസ്കോ വെനീസിലെ ഞങ്ങളുടെ എതിരാളികളായ ബാർബെരിഗോ കുടുംബത്തിലെ അംഗമാണ്. അവരെക്കുറിച്ച് ചില രഹസ്യങ്ങൾ എനിക്കറിയാം. അടുത്ത ദിവസം മാർക്കോ ഖാന്റെ മുന്നിൽ ചെന്ന് ഫ്രാൻസിസ്കോയെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ വെളിപ്പെടുത്തി. ഫ്രാൻസിസ്കോയുടെ കുടുംബം വെനീസിലെ ചില രഹസ്യ കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്നും അവർക്ക് മംഗോളിയൻ വ്യാപാരികളുമായി ചില രഹസ്യ ബന്ധങ്ങളുണ്ടെന്നും മാർക്കോ തന്റെ യാത്രകളിൽ കണ്ടതും കേട്ടതുമായ ചില വിവരങ്ങൾ നിരത്തി. ഇതു കേട്ടപ്പോൾ ഖാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഫ്രാൻസിസ്കോയെയും മാർക്കോയെയും മാറി മാറി നോക്കി. മാർക്കോ പറയുന്നത് സത്യമാണോ? ഫ്രാൻസിസ്കോയുടെ മുഖം വിളറി വെളുത്തു. അവൻ നിഷേധിക്കാൻ ശ്രമിച്ചു. എന്നാൽ മാർക്കോ കൃത്യമായ തെളിവുകൾ നിരത്തി. വെനീസിലെ പഴയ കച്ചവടരേഖകളെക്കുറിച്ചും മംഗോളിയൻ വ്യാപാരികളുമായി നടത്തിയ രഹസ്യ കരാറുകളെക്കുറിച്ചും മാർക്കോ പറഞ്ഞു. ഖാൻ കോപത്തോടെ ഫ്രാൻസിസ്കോയെ നോക്കി. എന്റെ കൊട്ടാരത്തിൽ വന്ന് കളവ് പറഞ്ഞതിന് നിങ്ങൾ വലിയ വില നൽകേണ്ടിവരും. ഫ്രാൻസിസ്കോയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഖാന്റെ ഭടന്മാർ അയാളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി. ആ ദിവസം മാർക്കോയുടെ ഖാനോടുള്ള വിശ്വാസം കൂടുതൽ ദൃഢമായി. തന്റെ കൂർമ്മബുദ്ധിയും അറിവും ഉപയോഗിച്ച് മാർക്കോ ഒരു വലിയ പ്രതിസന്ധിയെ അതിജീവിച്ചു. ഇതിനുശേഷം ഖാൻ മാർക്കോയെ കൂടുതൽ വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാർക്കോയുടെ അഭിപ്രായം തേടി. മാർക്കോ ചൈനീസ് ഭാഷയിലും മംഗോളിയൻ ഭാഷയിലും കൂടുതൽ പ്രാവീണ്യം നേടി. ഖാന്റെ സാമ്രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് അവൻ യാത്രകൾ തുടർന്നു. ഒരു യാത്രയിൽ മാർക്കോ ഖാന്റെ നിർദ്ദേശപ്രകാരം ചൈനയിലെ ഒരു ഉൾപ്രദേശത്തേക്ക് പോയി. അവിടെ ചില പ്രാദേശിക ഗോത്രവർഗക്കാർ ഖാന്റെ നിയമങ്ങൾ അനുസരിക്കുന്നില്ലായിരുന്നു. അവരെ അനുനയിക്കാനായിരുന്നു മാർക്കോയുടെ ദൗത്യം. ആ പ്രദേശം നിഗൂഢമായ കാടുകളാലും പുരാതനമായ ഗുഹകളാലും നിറഞ്ഞിരുന്നു. അവിടുത്തെ ആളുകൾ യൂറോപ്പുകാർക്ക് അത്ര പരിചിതമില്ലാത്ത ചില ആചാരങ്ങൾ പിന്തുടർന്നിരുന്നു. അവർ ഒരുതരം മൃഗങ്ങളെ ആരാധിച്ചിരുന്നു. അവയ്ക്ക് മനുഷ്യന്റെ ആത്മാവുണ്ടെന്നവർ വിശ്വസിച്ചിരുന്നു. രാത്രികളിൽ കാട്ടിനുള്ളിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. ഒരു രാത്രി മാർക്കോയും സംഘവും കാട്ടിനുള്ളിലെ ഒരു ഗുഹയ്ക്ക് സമീപം തങ്ങി. ഗുഹയുടെ ഉള്ളിൽ നിന്നൊരുതരം നേരിയ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവിടുത്തെ വഴികാട്ടികൾ പറഞ്ഞു,
ആ ഗുഹയിലൊരു പുരാതനമായ നിധി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് സംരക്ഷിക്കാൻ ഒരു മൃഗം കാവൽ നിൽക്കുന്നു. ആ മൃഗത്തിന് 2 കണ്ണുകളുണ്ട്. എന്നാൽ അത് കാണുന്നത് മറ്റെന്തോ ലോകമാണ്. മാർക്കോയ്ക്ക് കൗതുകം തോന്നി. അവൻ ഗുഹയുടെ അടുത്തേക്ക് ചെന്നു. ഗുഹയുടെ ഉള്ളിൽ നിന്നൊരുതരം മണം പുറത്തേക്ക് വന്നു. അത് മനുഷ്യന്റെ ഗന്ധമായിരുന്നില്ല, മൃഗത്തിന്റെ ഗന്ധവുമായിരുന്നില്ല. ഒരുതരം പുരാതനമായ ഗന്ധം. ഗുഹയുടെ വാതിൽ കല്ലുകൾ കൊണ്ടടച്ചിരുന്നു. മാർക്കോ കല്ലുകൾക്കിടയിലൂടെ നോക്കി. ഉള്ളിലൊരു തരം തിളങ്ങുന്ന പ്രകാശം കണ്ടു. അതൊരു രത്നത്തിൽ നിന്നുള്ള പ്രകാശമായിരുന്നില്ല. അതു ജീവനുള്ള ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശമായി തോന്നി. പെട്ടെന്ന് ഗുഹയുടെ ഉള്ളിൽ നിന്നൊരു തരം മുരൾച്ച കേട്ടു. അതൊരു മൃഗത്തിന്റെ ശബ്ദമായിരുന്നു. എന്നാൽ യൂറോപ്പിൽ മാർക്കോ കേട്ട ഒരു മൃഗത്തിന്റെ ശബ്ദവുമായി അതിന് സാമ്യമുണ്ടായിരുന്നില്ല. അതൊരു തരം ആഴമുള്ള പുരാതനമായ ശബ്ദമായിരുന്നു. വഴികാട്ടി പേടിയോടെ മാർക്കോയെ പിന്നിലേക്ക് വലിച്ചു. നമ്മൾ തിരിച്ചുപോകണം. ആ മൃഗം ഉണർന്നിരിക്കുന്നു. മാർക്കോയ്ക്ക് പേടി തോന്നിയില്ല. അവൻ അറിയാമായിരുന്നു താനൊരു വലിയ രഹസ്യത്തിന്റെ അടുത്താണ്. അവൻ വീണ്ടും ഗുഹയിലേക്ക് നോക്കി. ഉള്ളിൽ ആ പ്രകാശത്തിന്റെ അടുത്തായി 2 തിളങ്ങുന്ന കണ്ണുകൾ അവൻ കണ്ടു. ആ കണ്ണുകളിലൊരു തരം ദുരൂഹതയും പുരാതനമായ അറിവും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതൊരു ഭീമാകാരമായ പാമ്പായിരുന്നു. അതിന്റെ ശരീരം കല്ലുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. എന്നാൽ അതിന്റെ കണ്ണുകൾ രത്നം പോലെ തിളങ്ങുന്നു. ആ പാമ്പ് പതിയെ തലയുയർത്തി. അതിന്റെ നാവ് പുറത്തേക്ക് നീട്ടി. പെട്ടെന്ന് ആ പാമ്പ് ഒരു തരം മന്ത്രം ഉരുവിടുന്നതുപോലെ ശബ്ദമുണ്ടാക്കി. ആ ശബ്ദം കേട്ടപ്പോൾ മാർക്കോയുടെ മനസ്സിൽ ചില ചിത്രങ്ങൾ മിന്നിമറിഞ്ഞു. അവൻ കണ്ടിട്ടില്ലാത്ത ലോകങ്ങൾ, അവൻ കേട്ടിട്ടില്ലാത്ത ഭാഷകൾ. മാർക്കോ ഞെട്ടിത്തെറിച്ചു. എന്തായിരുന്നു ആ മൃഗം? അതൊരു സാധാരണ മൃഗമായിരുന്നില്ല. അതൊരു പുരാതനമായ ശക്തിയായിരുന്നു. ആ മന്ത്രം എന്തായിരുന്നു? അതെന്തിനെക്കുറിച്ചായിരുന്നു? പിറ്റേന്ന് രാവിലെ മാർക്കോ ആ ഗുഹയുടെ അടുത്തേക്ക് വീണ്ടും ചെന്നു. എന്നാൽ ഗുഹയുടെ കവാടം പൂർണ്ണമായും അടച്ചിരുന്നു. കല്ലുകൾക്കിടയിലൂടെ പ്രകാശമൊന്നും കണ്ടില്ല. ആ മൃഗം അപ്രത്യക്ഷമായിരുന്നു. അതൊരു സ്വപ്നമായിരുന്നോ? അതോ ഒരു യാഥാർത്ഥ്യമായിരുന്നോ? മാർക്കോയ്ക്ക് ആ ഗുഹയിലെ രഹസ്യം കണ്ടെത്തണമായിരുന്നു. താൻ കണ്ടത് എന്താണെന്ന് അവൻ അറിയണമായിരുന്നു. പക്ഷേ ആ മൃഗം എവിടെ പോയി? അതെവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്? അതേസമയം ഖാന്റെ കൊട്ടാരത്തിൽ ഒരു പുതിയ പ്രതിസന്ധി ഉടലെടുത്തു. ഖാന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ രഹസ്യമായി ഖാനെതിരെ നീങ്ങുന്നതായി മാർക്കോയ്ക്ക് വിവരം ലഭിച്ചു. ഖാന്റെ അധികാരം ഇല്ലാതാക്കാൻ അയാൾ രഹസ്യമായി ചില സൈനിക നേതാക്കളുമായി ബന്ധപ്പെട്ടു. മാർക്കോയ്ക്ക് വേഗത്തിൽ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകണം. ഗുഹയിലെ രഹസ്യവും കൊട്ടാരത്തിലെ ചതിയും, അവ രണ്ടും അവന്റെ മനസ്സിൽ ഒരുപോലെ അലകതറിഞ്ഞു. ഏതാണ് കൂടുതൽ അപകടകരം? മാർക്കോ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോകാൻ ഒരുങ്ങിയപ്പോൾ ഒരു പഴയ ബുദ്ധസന്യാസി അവനെ സമീപിച്ചു. യുവവ്യാപാരി സന്യാസി പറഞ്ഞു, നിങ്ങൾ കണ്ട മൃഗം വെറുമൊരു മൃഗമായിരുന്നില്ല. അത് ലോകത്തിന്റെ ഓർമ്മ സൂക്ഷിപ്പുകാരനായിരുന്നു. അതിന്റെ മന്ത്രം കാലത്തിന്റെ രഹസ്യങ്ങളായിരുന്നു. സന്യാസി മാർക്കോയുടെ ചെവിയിൽ മന്ത്രിച്ചു. ആ പാമ്പ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യൂറോപ്പിലെ നിങ്ങളുടെ കുടുംബത്തിനൊരു മുന്നറിയിപ്പ്. മാർക്കോ ഞെട്ടിത്തരിച്ചു. എന്തു മുന്നറിയിപ്പ്? തന്റെ കുടുംബത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സന്യാസിയുടെ വാക്കുകൾ മാർക്കോയുടെ ഹൃദയത്തിൽ തറച്ചുകയറി. ലോകത്തിന്റെ ഓർമ്മ സൂക്ഷിപ്പുകാരൻ, കാലത്തിന്റെ രഹസ്യങ്ങൾ, യൂറോപ്പിലെ നിങ്ങളുടെ കുടുംബത്തിന് ഒരു മുന്നറിയിപ്പ്. ഈ വാക്കുകൾ അവനെ ആശയക്കുഴപ്പത്തിലാക്കി. താൻ കണ്ടത് ഒരു വെറും പാമ്പായിരുന്നില്ലെന്ന് അവനറിയാമായിരുന്നു. പക്ഷേ ആ മൃഗം നൽകിയ സന്ദേശം എന്തായിരുന്നു? തന്റെ കുടുംബത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ചോദ്യങ്ങൾ അവന്റെ മനസ്സിൽ ഒരു വലിയ ഭാരം പോലെ കിടന്നു. ദൂരെ എവിടെയോ വെനീസിലെ തന്റെ കുടുംബം അപകടത്തിലാണെന്ന് അവന് തോന്നി. എന്നാൽ ഇപ്പോൾ ഖാന്റെ ജീവനും സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിനും വേണ്ടിയുള്ള പോരാട്ടത്തിലായിരുന്നു അവൻ. സന്യാസി മാർക്കോയുടെ കണ്ണുകളിലേക്ക് നോക്കി. ചില സത്യങ്ങൾ വെളിപ്പെടുത്താൻ കാലം കാത്തിരിക്കും. ചിലപ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും ഏറ്റവും വലിയ മുന്നറിയിപ്പുകൾ. തിരിച്ചുപോവുക, കൊട്ടാരത്തിൽ അപകടം പതിയിരിക്കുന്നു. മാർക്കോയ്ക്ക് കൂടുതൽ ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ സന്യാസി മൗനം പാലിച്ചു. അവന്റെ കണ്ണുകളിൽ ഒരു തരം ദുരൂഹിത ഒളിഞ്ഞിരുന്നു. മാർക്കോയ്ക്ക് മനസ്സിലായി, താൻ കണ്ട പാമ്പിനെക്കുറിച്ചോ അതിന്റെ മുന്നറിയിപ്പിനെക്കുറിച്ചോ കൂടുതൽ സംസാരിക്കാൻ സന്യാസി ആഗ്രഹിക്കുന്നില്ലെന്ന്. മാർക്കോ ഉടൻ തന്നെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. യാത്രാമധ്യേ അവന്റെ മനസ്സിൽ ഗുഹയിലെ പാമ്പും സന്യാസിയുടെ വാക്കുകളും കൊട്ടാരത്തിലെ ചതിയും ഒരുപോലെ അലയടിച്ചു. വേഗത്തിൽ കൊട്ടാരത്തിലെത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. കൊട്ടാരത്തിലെത്തിയപ്പോൾ മാർക്കോയ്ക്ക് മനസ്സിലായി കാര്യങ്ങൾ വളരെ രഹസ്യമായാണ് നടക്കുന്നതെന്ന്. ഖാന്റെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ അഹമ്മദ് എന്നയാളാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് മാർക്കോയ്ക്ക് വിവരം ലഭിച്ചതും. അഹമ്മദ് ഖാന്റെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഒരു പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ രഹസ്യമായി ചില പ്രാദേശിക സൈനിക മേധാവികളെ സ്വാധീനിക്കുകയും ഖാനെ സ്ഥാനഭ്രഷ്ടനാക്കി അധികാരം പിടിച്ചെടുക്കാനും ശ്രമിക്കുകയായിരുന്നു. അഹമ്മദ് ഒരു മിടുക്കനായ തന്ത്രജ്ഞനായിരുന്നു. അയാൾ ഖാന്റെ വിശ്വാസം നേടിയെടുക്കുകയും അതിലൂടെ തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
അയാളുടെ നീക്കങ്ങൾ രഹസ്യമായിരുന്നു. പലരും അയാളെ വിശ്വസിച്ചിരുന്നു. മാർക്കോ ഈ വിവരം നിക്കോളോയോടും മഫിയോയോടും പറഞ്ഞു. അവർക്ക് അഹമ്മദിനെക്കുറിച്ച് മുൻപേ സംശയങ്ങളുണ്ടായിരുന്നു. അഹമ്മദ് ഖാന്റെ ഏറ്റവും വിശ്വസ്തനാണെന്ന് എല്ലാവരും കരുതുന്നു, നിക്കോളോ പറഞ്ഞു. അവനെതിരെ തെളിവ് കണ്ടെത്തുക എന്നത് എളുപ്പമല്ല. നമുക്ക് തെളിവുകൾ കണ്ടെത്തണം, മാർക്കോ പറഞ്ഞു. അഹമ്മദിന്റെ നീക്കങ്ങൾ നമ്മൾ നിരീക്ഷിക്കണം. അടുത്ത ദിവസങ്ങളിൽ മാർക്കോ അഹമ്മദിന്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി. അയാൾ എവിടെ പോകുന്നു, ആരെ കാണുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു. കൊട്ടാരത്തിലെ ഓരോ കോണിലും മാർക്കോയുടെ കണ്ണുകളുണ്ടായിരുന്നു. രാത്രികളിൽ മാർക്കോ രഹസ്യമായി അഹമ്മദിന്റെ മുറികൾക്ക് സമീപം നിന്നു. ഒരു ദിവസം മാർക്കോ അഹമ്മദിനെ ഒരു രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നത് കണ്ടു. കൊട്ടാരത്തിന്റെ തെക്കുഭാഗത്തുള്ള ഒരു പഴയ ക്ഷേത്രത്തിലേക്കായിരുന്നു അയാളുടെ യാത്ര. അവിടേക്ക് ആരെയും പ്രവേശിപ്പിച്ചിരുന്നില്ല. മാർക്കോ രഹസ്യമായി അയാളെ പിന്തുടർന്നു. ക്ഷേത്രത്തിനുള്ളിൽ അഹമ്മദ് ചില സൈനിക മേധാവികളോടൊപ്പം സംസാരിക്കുന്നത് മാർക്കോ കണ്ടു. അവരൊരു ഭൂപടം നോക്കി എന്തൊക്കെയോ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. മാർക്കോയ്ക്ക് അവരുടെ സംഭാഷണം വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവരുടെ ആംഗ്യങ്ങളും മുഖഭാവങ്ങളും അവർ ഖാനെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്ന് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അഹമ്മദ് ഒരു ചെറിയ ഭൂപടം സൈനിക മേധാവികൾക്ക് നൽകുന്നത് മാർക്കോ കണ്ടു. ആ ഭൂപടത്തിൽ കൊട്ടാരത്തിലെ ചില രഹസ്യപാതകളും ഖാന്റെ സ്വകാര്യ അറകളും അടയാളപ്പെടുത്തിയിരുന്നു. കൂടാതെ ഖാനെ ആക്രമിക്കാനുള്ള ഒരു തന്ത്രവും അതിൽ രേഖപ്പെടുത്തിയിരുന്നു. മാർക്കോയ്ക്ക് കൂടുതൽ തെളിവുകൾ ആവശ്യമായിരുന്നു. അവൻ തിരികെ വന്ന് നിക്കോളോയോടും മഫിയോടും കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ആ ഭൂപടം കണ്ടുപിടിക്കണം, മാർക്കോ പറഞ്ഞു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ തെളിവ്. അടുത്ത ദിവസം അഹമ്മദ് കൊട്ടാരത്തിൽ നിന്ന് പുറത്തുപോയ സമയം നോക്കി മാർക്കോ രഹസ്യമായി അയാളുടെ മുറിയിൽ കയറി. മുറിയിൽ അഹമ്മദിന്റെ വിലപ്പെട്ട വസ്തുക്കളും ഔദ്യോഗിക രേഖകളുമുണ്ടായിരുന്നു. മാർക്കോ സൂക്ഷ്മമായി ഓരോ സ്ഥലവും പരിശോധിച്ചു. അവസാനം ഒരു രഹസ്യ അറയിൽ നിന്ന് മാർക്കോയ്ക്ക് ഒരു ചെറിയ ഭൂപടം ലഭിച്ചു. ആ ഭൂപടത്തിൽ കൊട്ടാരത്തിലെ ചില രഹസ്യ വഴികളും ഖാന്റെ സ്വകാര്യ അറകളും അടയാളപ്പെടുത്തിയിരുന്നു. കൂടാതെ ഖാനെ ആക്രമിക്കാനുള്ള ഒരു തന്ത്രവും അതിൽ രേഖപ്പെടുത്തിയിരുന്നു. മാർക്കോ ആ ഭൂപടം കൈവശപ്പെടുത്തി. ഇനി ഇത് ഖാന്റെ മുന്നിൽ അവതരിപ്പിക്കണം. എന്നാൽ അഹമ്മദ് ഒരു ശക്തനായ വ്യക്തിയായിരുന്നു. അയാളുടെ വാക്കുകളെ ഖാൻ വിശ്വസിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. മാർക്കോയ്ക്ക് ബുദ്ധിപൂർവ്വം നീങ്ങേണ്ടിരുന്നു. മാർക്കോ ഖാന്റെ മുന്നിൽ ചെന്ന് അഹമ്മദിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തി. ഖാൻ, നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ അഹമ്മദ് നിങ്ങളെ ചതിക്കുകയാണ്. ഖാൻ അത് വിശ്വസിച്ചില്ല. അഹമ്മദിന്റെ ഏറ്റവും വിശ്വസ്തനാണ്, നീ തെറ്റിദ്ധരിച്ചതാണ്. എന്റെ കയ്യിൽ തെളിവുണ്ട്, മാർക്കോ പറഞ്ഞു. അവൻ ആ ഭൂപടം ഖാന്റെ മുന്നിൽ വെച്ചു. ഖാൻ ഭൂപടം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അതിലെ രഹസ്യവഴികളും തന്ത്രങ്ങളും കണ്ടപ്പോൾ ഖാന് സത്യം മനസ്സിലായി. അദ്ദേഹത്തിന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. ഇത് സത്യമാണോ? ഖാൻ ഉറക്കെ ചോദിച്ചു. മാർക്കോ തലയാട്ടി. അഹമ്മദ് രഹസ്യമായി ചില സൈനിക മേധാവികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവർ നിങ്ങളെ സ്ഥാനഭ്രഷ്ടനാക്കാൻ പദ്ധതിയിടുന്നു. ഖാൻ ഉടൻ തന്നെ അഹമ്മദിനെ വിളിപ്പിച്ചു. അഹമ്മദ് ഭൂപടം കണ്ടപ്പോൾ ഭയന്ന് വിറച്ചു. അയാൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഖാൻ അഹമ്മദിനെയും അയാളുടെ കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. അഹമ്മദിന്റെ ഗൂഢാലോചന നിന്ന് ഖാൻ രക്ഷപ്പെട്ടു. ഈ സംഭവത്തിനു ശേഷം ഖാൻ മാർക്കോയെ പൂർണ്ണമായും വിശ്വസിച്ചു. മാർക്കോയുടെ ബുദ്ധിയും ധൈര്യവും ഖാനെ അത്ഭുതപ്പെടുത്തി. ഖാൻ മാർക്കോയെ തന്റെ ഏറ്റവും വിശ്വസ്തനായ ഉപദേഷ്ടാവാക്കി മാറ്റി. മാർക്കോയ്ക്ക് ഖാന്റെ സാമ്രാജ്യത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചു. അവൻ വിവിധ പ്രവിൻഷ്യകളുടെ ഗവർണറായി സേവനമനുഷ്ഠിച്ചു. ഖാന്റെ സാമ്രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് അവൻ യാത്രകൾ തുടർന്നു. ഓരോ യാത്രയും അവന് പുതിയ അറിവുകളും അനുഭവങ്ങളും നൽകി. ഒരു യാത്രയിൽ മാർക്കോ ഒരു വിദൂര ഗ്രാമത്തിലെത്തി. അവിടുത്തെ ആളുകൾക്ക് ഒരുതരം വിചിത്രമായ കഴിവുണ്ടായിരുന്നു. അവർക്ക് ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. അവർ സ്വപ്നദർശികളെന്നറിയപ്പെട്ടു. മാർക്കോ ആ ഗ്രാമത്തിലെ ഒരു വൃദ്ധയായ സ്വപ്നദർശിയെ കണ്ടു. അവർക്ക് യൂറോപ്പിലെ കാര്യങ്ങളെക്കുറിച്ച് ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു. മാർക്കോയുടെ കുടുംബത്തെക്കുറിച്ചുള്ള സന്യാസിയുടെ മുന്നറിയിപ്പ് അവന്റെ മനസ്സിൽ വീണ്ടും വന്നു. വൃദ്ധ മാർക്കോയുടെ കയ്യിൽ പിടിച്ചു. അവളുടെ കണ്ണുകളിൽ ഒരുതരം മായികതയുണ്ടായിരുന്നു. നിങ്ങളുടെ കുടുംബം അപകടത്തിലാണ്, അവൾ മന്ത്രിച്ചു. ഒരു വലിയ കഷ്ടപ്പാട് അവരെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ തിരിച്ചുവരവിനായി അവർ കാത്തിരിക്കുന്നു. മാർക്കോ ഞെട്ടിത്തരിച്ചു. തന്റെ കുടുംബത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ വീട് ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ അകപ്പെടും. നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ ഒരു കൊടുങ്കാറ്റിൽ പറന്നുപോകും. പക്ഷെ അതിനേക്കാൾ വലിയൊരു ഭീഷണി വരുന്നുണ്ട്. ഒരു പഴയ ശത്രു മഞ്ഞുമൂടിയ മലനിരകളിൽ നിന്ന് ഉണർന്നു വരികയാണ്. അയാൾക്ക് നിങ്ങളുടെ കുടുംബത്തോട് പ്രതികാരമുണ്ട്. മാർക്കോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. വെള്ളപ്പൊക്കമോ ശത്രുവോ? ആരാണ് ആ ശത്രു? അവൾ മാർക്കോയുടെ കണ്ണുകളിലേക്ക് നോക്കി. നിങ്ങളുടെ സഹോദരൻ ഒരു രഹസ്യം ഒളിക്കുന്നുണ്ട്. ആ രഹസ്യമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ നാശത്തിന് കാരണം. അയാൾ ഒരു വലിയ തെറ്റ് ചെയ്തു. മാർക്കോയ്ക്ക് സഹോദരനില്ലായിരുന്നു. അപ്പോൾ അവൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? നിങ്ങളുടെ സഹോദരൻ ഒരു രഹസ്യം ഒളിപ്പിക്കുന്നുണ്ട്. ആ രഹസ്യം എന്താണ്? മഞ്ഞുമൂടിയ മലനിരകളിൽ നിന്ന് ഉയരുന്ന ആ ശത്രു ആരാണ്? മാർക്കോ
ആ സ്വപ്നദർശകിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിത്തെരിച്ചു. അവന് സഹോദരനില്ലായിരുന്നു. അപ്പോൾ അവൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അത് തന്റെ അച്ഛനായ നിക്കോളോയോ അമ്മാവനായ മഫിയോയോ ആയിരിക്കുമോ? സഹോദരൻ എന്ന വാക്കിന് അവൾ മറ്റൊരർത്ഥം നൽകിയിരിക്കുകയാണോ? ഈ ചിന്തകൾ അവന്റെ മനസ്സിൽ ഭയം നിറച്ചു. വെനീസിൽ തനിക്കറിയാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? സ്വപ്നദർശകിയുടെ കണ്ണുകളിലെ ആഴം അവനെ അസ്വസ്ഥനാക്കി. അവളുടെ വാക്കുകൾക്ക് ഒരുതരം ദുരൂഹതയുണ്ടായിരുന്നു. നിങ്ങൾ കണ്ട ഗുഹയിലെ പാമ്പ്, അത് കാലത്തിന്റെ ദൂതനാണ്. അത് നിങ്ങൾക്ക് സത്യത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകി. നിങ്ങളുടെ കുടുംബത്തിന്റെ വിധി നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ മടങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങൾ പുതിയൊരു ലോകത്തെ കാണും. എന്നാൽ നിങ്ങളെ ആരും വിശ്വസിക്കില്ല. മാർക്കോയ്ക്ക് കൂടുതൽ ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവൾ മൗനം പാലിച്ചു. അവളുടെ വാക്കുകൾ ഒരുതരം മഞ്ഞുവീഴ്ച പോലെ അവന്റെ മനസ്സിൽ തണുപ്പേകി. താൻ കണ്ടതെല്ലാം യാഥാർത്ഥ്യമാണോ അതോ വെറും സ്വപ്നങ്ങളാണോ എന്നവൻ ഒരു നിമിഷം സംശയിച്ചു. മാർക്കോയ്ക്ക് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകേണ്ടിയിരുന്നു. പക്ഷേ ഈ പ്രവചനങ്ങൾ അവന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി. തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ആ സത്യമെന്താണെന്ന് അവൻ അറിയണമായിരുന്നു. മംഗോൾ സാമ്രാജ്യത്തിലെ വിവിധ പ്രവിശ്യകളുടെ ഗവർണറായി സേവനമനുഷ്ഠിക്കുമ്പോഴും അവന്റെ മനസ്സിൽ വെനീസിലെ ഓർമ്മകൾ ഒരു വേലിയേറ്റം പോലെ വന്നും പോയുമിരുന്നു. ഖാന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തിയ മാർക്കോ തന്റെ പതിവ് ജോലികളിൽ മുഴുകി. എങ്കിലും അവന്റെ ശ്രദ്ധ പലപ്പോഴും മറ്റു കാര്യങ്ങളിലായിരുന്നു. സ്വപ്നദർശക പറഞ്ഞ വാക്കുകളെക്കുറിച്ച് മാർക്കോ നിക്കോളോയോടും മഫിയോയോടും നേരിട്ട് ചോദിക്കാൻ മടിച്ചു. ഒരുപക്ഷെ അതവരെ കൂടുതൽ വിഷമിപ്പിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അക്കാലത്ത് ഖാൻ ഒരു വലിയ പദ്ധതി ആരംഭിച്ചു. ചൈനയിലെ തെക്കൻ പ്രവിശ്യകളെ വടക്കൻ പ്രവിശ്യകളുമായി ബന്ധിപ്പിക്കുന്ന ഒരു വലിയ കനാൽ നിർമ്മിക്കുക. ഇത് കച്ചവടത്തിന് വളരെ സഹായകമായിരുന്നു. മാർക്കോയ്ക്ക് ഈ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കേണ്ട ചുമതല ലഭിച്ചു. കനാൽ നിർമ്മാണ സ്ഥലത്തേക്ക് മാർക്കോ യാത്ര തിരിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികൾ രാപകൽ ഭേദമില്ലാതെ ജോലി ചെയ്തു. മാർക്കോ അവരുടെ കൂടെ നിന്ന് ജോലി ചെയ്തു. അവൻ പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചു. യൂറോപ്പിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള യന്ത്രങ്ങളും ഉപകരണങ്ങളും അവിടെ ഉപയോഗിച്ചിരുന്നു. കനാൽ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ ഒരു പഴയ പ്രതിമയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അതൊരു പുരാതന ദേവന്റെ പ്രതിമയായിരുന്നു. അവിടുത്തെ തൊഴിലാളികൾക്ക് ആ പ്രതിമയെക്കുറിച്ച് ഭയമുണ്ടായിരുന്നു. ആ പ്രതിമയെ ഇളക്കിമാറ്റിയാൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് അവർ വിശ്വസിച്ചു. മാർക്കോയ്ക്ക് കൗതുകം തോന്നി. അവൻ ആ പ്രതിമയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അവിടുത്തെ പ്രാദേശിക ചരിത്രകാരന്മാരുമായി സംസാരിച്ചു. ആ പ്രതിമ ഒരു പുരാതന ഗോത്രവർഗത്തിന്റെ ദേവനായിരുന്നു. ആ ഗോത്രവർഗം ഒരു വലിയ യുദ്ധത്തിൽ നശിച്ചുപോയതാണെന്നും അവരുടെ ദേവൻ പ്രതികാരദാഹിയാണെന്നും അവർ വിശ്വസിച്ചു. മാർക്കോയ്ക്ക് മനസ്സിലായി, ഇത് വെറുമൊരു പ്രതിമയായിരുന്നില്ല, ഇത് ജനങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒന്നായിരുന്നു. അവൻ തൊഴിലാളികളോട് പ്രതിമയെ ഇളക്കിമാറ്റരുത് എന്നാവശ്യപ്പെട്ടു. അതിനു ചുറ്റും ഒരു ചെറിയ ആരാധനാലയം പണിയാൻ ഉത്തരവിട്ടു. മാർക്കോയുടെ ഈ തീരുമാനം തൊഴിലാളികൾക്ക് സന്തോഷം നൽകി. അവർ കൂടുതൽ ഉത്സാഹത്തോടെ ജോലി ചെയ്യാൻ തുടങ്ങി. ഈ സംഭവം ഖാന്റെ ചെവിയിലുമെത്തി. ഖാൻ മാർക്കോയുടെ തീരുമാനത്തെ അഭിനന്ദിച്ചു. നീ കേവലം ഒരു എഞ്ചിനീയറല്ല, നീ ജനങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ഭരണാധികാരി കൂടിയാണ് എന്ന് ഖാൻ പറഞ്ഞു. മാർക്കോ ഖാന്റെ കീഴിൽ വർഷങ്ങളോളം തുടർന്നു. അവൻ ചൈനീസ് സംസ്കാരത്തെയും മംഗോളിയൻ ആചാരങ്ങളെയും അടുത്തറിഞ്ഞു. അവൻ കണ്ട കാഴ്ചകളും പഠിച്ച പാഠങ്ങളും യൂറോപ്പിൽ താൻ അറിയുന്ന എല്ലാ അറിവുകളെയും മാറ്റിമറിച്ചു. മാർക്കോയുടെ അച്ഛനായ നിക്കോളോയും അമ്മാവനായ മഫിയോയും പലപ്പോഴും യൂറോപ്പിലേക്ക് മടങ്ങിച്ചെല്ലുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. വർഷങ്ങൾ കടന്നുപോയി. അവർക്ക് പ്രായമായി. ഖാനും പ്രായമായിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഖാൻ അവരെ തന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് തിരിച്ചു പോകാൻ സമയമായി. ഞാൻ എന്റെ സാമ്രാജ്യത്തിന്റെ ഒരു ദൂതനായി നിങ്ങളെ അയക്കുന്നു. പേർഷ്യയിലെ രാജകുമാരിയെ യൂറോപ്പിലെ രാജകുമാരന് വിവാഹം കഴിച്ചു കൊടുക്കണം. കൂടാതെ എന്റെ സ്വർണവും രത്നങ്ങളും നിങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോകുക. മാർക്കോയ്ക്ക് സന്തോഷം തോന്നി. എന്നാൽ അവന്റെ മനസ്സിൽ ഒരുതരം വിഷാദവും നിറഞ്ഞു. വർഷങ്ങളായി താൻ ഈ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഇത് വിട്ടുപോകുന്നത് അവന് പ്രയാസമായിരുന്നു. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പേർഷ്യൻ രാജകുമാരിയെയും ഖാൻ നൽകിയ സമ്മാനങ്ങളുമായി അവർ കപ്പലിൽ യാത്ര തിരിച്ചു. മാർക്കോയുടെ മനസ്സിൽ സ്വപ്നദർശകിയുടെ വാക്കുകൾ വീണ്ടും മുഴങ്ങി. നിങ്ങളുടെ കുടുംബം അപകടത്തിലാണ്. ഒരു പഴയ ശത്രു മഞ്ഞുമൂടിയ മലനിരകളിൽ നിന്ന് ഉണർന്നുവരികയാണ്. യാത്രാമധ്യേ അവർക്ക് വലിയ കൊടുങ്കാറ്റുകളെ നേരിടേണ്ടി വന്നു. പേർഷ്യൻ കടലിലൂടെയുള്ള യാത്ര ഭീകരമായിരുന്നു.
പലപ്പോഴും കപ്പൽ മുങ്ങിപ്പോകുമെന്ന് അവർ ഭയപ്പെട്ടു. കടലിലെ ഭീകരജീവികളെക്കുറിച്ചുള്ള കഥകൾ കേട്ട് അവർ പേടിച്ചു. ഒരു രാത്രി കടൽ പ്രക്ഷുബ്ധമായിരുന്നു. വലിയ തിരമാലകൾ കപ്പലിനെ വിഴുങ്ങാൻ വരും പോലെ തോന്നി. പെട്ടെന്ന് ദൂരെ ഒരു ദ്വീപിൽ നിന്ന് ഒരുതരം വിചിത്രമായ വെളിച്ചം കണ്ടു. അതൊരു വിളക്കുമാടത്തിന്റെ വെളിച്ചമായിരുന്നില്ല. അതൊരു തരം മഞ്ഞ നിറത്തിലുള്ള മായികമായ വെളിച്ചമായിരുന്നു. കപ്പലിലെ നാവികരാ വെളിച്ചം കണ്ടപ്പോൾ ഭയന്നു വിറച്ചു. അതൊരു ദുശ്ശകുനമാണ്, ഒരു നാവികൻ വിളിച്ചു പറഞ്ഞു. ആ ദ്വീപൊരു ശാപം പിടിച്ച ദ്വീപാണ്, അവിടെ ദുരാത്മാക്കൾ വസിക്കുന്നു. മാർക്കോയ്ക്ക് കൗതുകം തോന്നി. അവൻ ആ വെളിച്ചമുറ്റുനോക്കി. അതിലൊരു തരം ആകർഷണീയതയുണ്ടായിരുന്നു. കപ്പൽ ആ ദ്വീപിന്റെ അടുത്തുകൂടി കടന്നുപോകുമ്പോൾ ദ്വീപിൽ നിന്ന് ഒരു തരം മന്ത്രം കേട്ടു. അത് പഴയ ഭാഷയിലുള്ള മന്ത്രമായിരുന്നു. മാർക്കോയ്ക്ക് അത് മനസ്സിലായില്ല. പെട്ടെന്നൊരു വലിയ തിരമാല കപ്പലിൽ ആഞ്ഞടിച്ചു. രാജകുമാരിയുടെ മുറിയിലെ ഒരു പഴയ പെട്ടി താഴെ വീണ് തുറന്നുപോയി. അതിൽ നിന്നൊരു ചെറിയ കടലാസ് പുറത്തേക്ക് തെറിച്ചു. അത് കാറ്റിൽ പറന്ന് മാർക്കോയുടെ കാൽക്കീയിലെത്തി. മാർക്കോ ആ കടലാസ് എടുത്തുനോക്കി. അതിൽ ചൈനീസ് ഭാഷയിൽ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊരു ഭൂപടമായിരുന്നു. എന്നാൽ അതൊരു സാധാരണ ഭൂപടമായിരുന്നില്ല. അതിലൊരു രഹസ്യസ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മഞ്ഞുമൂടിയ മലനിരകളിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി എന്നതിലെഴുതിയിരുന്നു. അതിനേക്കാൾ മാർക്കോയെ ഞെട്ടിച്ചത് ആ ഭൂപടത്തിലൊരു പേരെഴുതിയിട്ടുണ്ടായിരുന്നു: ഫ്രാൻസിസ്കോ. മാർക്കോ ഞെട്ടിത്തരിച്ചു. ഫ്രാൻസിസ്കോ, ഖാന്റെ കൊട്ടാരത്തിൽ നിന്ന് താൻ പുറത്താക്കിയ വ്യാപാരി. അവൻ എന്തിനാണ് ഈ ഭൂപടം രാജകുമാരിയുടെ പെട്ടിയിൽ വെച്ചത്? മഞ്ഞുമൂടിയ മലനിരകൾ എന്നു പറഞ്ഞാൽ സ്വപ്നദർശക പറഞ്ഞ അതേ മലനിരകളല്ലേ? അവിടെ നിന്ന് ഉയർന്നുവരുന്ന ശത്രു ഫ്രാൻസിസ്കോ ആയിരുന്നുവോ ആ ശത്രു? അപ്പോൾ മാർക്കോയുടെ മനസ്സിൽ ഒരു ചിന്ത മിന്നിമറിഞ്ഞു. തനിക്കില്ലാത്ത സഹോദരൻ എന്ന് സ്വപ്നദർശക പറഞ്ഞത് ഫ്രാൻസിസ്കോയെക്കുറിച്ചാണോ? ഒരുപക്ഷെ ഫ്രാൻസിസ്കോയുടെ കുടുംബത്തിന് തങ്ങളുടെ കുടുംബവുമായി എന്തെങ്കിലും പഴയ ബന്ധമുണ്ടായിരിക്കാം. പ്രതികാരം ചെയ്യാനായി അവൻ യൂറോപ്പിലേക്ക് മടങ്ങിപ്പോയോ? കടലിലെ കൊടുങ്കാറ്റ് കൂടുതൽ ശക്തമായി. ദൂരെയുള്ള ദ്വീപിൽ നിന്നുള്ള മന്ത്രധ്വനി കൂടുതൽ വ്യക്തമായി കേട്ടു. ഒരുതരം അപകടം അടുത്തെത്തിയിരിക്കുന്നു എന്ന് മാർക്കോയ്ക്ക് തോന്നി. താൻ യൂറോപ്പിലേക്ക് മടങ്ങിയെത്തുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തന്റെ കുടുംബം സുരക്ഷിതരായിരിക്കുമോ? ഫ്രാൻസിസ്കോ, അവൻ എവിടെയാണ്? മാർക്കോയുടെ ചോദ്യം കാറ്റിൽ അലിഞ്ഞുപോയി. മാർക്കോയുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. തനിക്ക് സഹോദരനില്ലാഞ്ഞിട്ടും സ്വപ്നദർശക സഹോദരൻ എന്നു പറഞ്ഞത് ഫ്രാൻസിസ്കോയെക്കുറിച്ചായിരിക്കുമോ? പഴയകാലത്തെ ഏതെങ്കിലും ബന്ധം? അവന്റെ കുടുംബവും ഫ്രാൻസിസ്കോയുടെ ബാർബേരിഗോ കുടുംബവും തമ്മിൽ വെനീസിലെ കച്ചവടരംഗത്ത് വലിയ വൈരാഗ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ വൈരാഗ്യത്തിന് ഇത്രയും ആഴമുണ്ടായിരുന്നോ? മഞ്ഞുമൂടിയ മലനിരകളിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി. ഭൂപടത്തിലെ വാക്കുകൾ അവന്റെ മനസ്സിൽ മുഴങ്ങി. ആ നിധി എന്തായിരിക്കും? ഫ്രാൻസിസ്കോ എന്തിനാണ് ഒരു രാജകുമാരിയുടെ പെട്ടിയിൽ ഈ ഭൂപടം ഒളിപ്പിച്ചത്? ഇതൊരു കെണിയായിരുന്നോ? നിക്കോളോയും മഫിയോയും കൊടുങ്കാറ്റിന്റെ ഭീകരതയിൽ പേടിച്ച് കപ്പലിന്റെ ഉള്ളിലൊതുങ്ങി. മാർക്കോയ്ക്ക് അവരോട് ഇതേക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞില്ല. തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഈ പുതിയ ഭീഷണി അവരെ കൂടുതൽ വിഷമിപ്പിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ദിവസങ്ങൾ നീണ്ട കൊടുങ്കാറ്റിനു ശേഷം കടൽ ശാന്തമായി. കപ്പൽ മെല്ലെ നീങ്ങിത്തുടങ്ങി. പേർഷ്യൻ രാജകുമാരിയും സംഘവും ഭയന്നു വിറച്ചിരുന്നു. പക്ഷേ മാർക്കോയുടെ മനസ്സിൽ കൊടുങ്കാറ്റ് അടങ്ങിയിരുന്നില്ല. ഭൂപടം മാർക്കോയ്ക്ക് ഒരു പുതിയ ദൗത്യം നൽകി. മഞ്ഞുമൂടിയ മലനിരകൾ എവിടെയാണ്? അവിടെ ഒളിഞ്ഞിരിക്കുന്ന നിധി എന്താണ്? ഫ്രാൻസിസ്കോയുടെ ലക്ഷ്യമെന്തായിരുന്നു? പേർഷ്യൻ തീരത്തെത്തിയപ്പോൾ മാർക്കോ രാജകുമാരിയെ യൂറോപ്പിലെ രാജകുമാരന് കൈമാറി. അവിടെ നിന്ന് അവർ യൂറോപ്പിലേക്ക് യാത്ര തുടർന്നു. കരമാർഗം അറേബ്യൻ മരുഭൂമിയിലൂടെയും പിന്നീട് തുർക്കിയിലൂടെയും അവർ സഞ്ചരിച്ചു. ഓരോ രാജ്യവും ഓരോ പുതിയ അനുഭവങ്ങളായിരുന്നു. അറേബ്യയിലെ മണലാരണ്യങ്ങൾ, ഒട്ടകങ്ങളുടെ മണിനാദങ്ങൾ, സുഗന്ധദ്രവ്യങ്ങളുടെയും അറബി കാപ്പിയുടെയും ഗന്ധം. തുർക്കിയിലെ പ്രാചീന നഗരങ്ങൾ, മസ്ജിദുകളിലെ ബാങ്കുവിളി. മാർക്കോ ഈ യാത്രകൾക്കിടയിലും ഫ്രാൻസിസ്കോയെയും ഭൂപടത്തെയും മറന്നില്ല. ഒരു രാത്രി തുർക്കിയിലെ ഒരു പഴയ കാരാവൻസാറായിൽ തങ്ങിയപ്പോൾ മാർക്കോ ഭൂപടം വീണ്ടും എടുത്തുനോക്കി. മഞ്ഞുമൂടിയ മലനിരകളിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി. ആ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കി. അവിടെ ഒരു സൂഫി ദാർശനികൻ മാർക്കോയുടെ അടുത്തു വന്നു. യുവവ്യാപാരി, നിങ്ങളുടെ മനസ്സിൽ വലിയൊരു ഭാരം ഞാൻ കാണുന്നു. മാർക്കോ ആ ഭൂപടം സൂഫി ദാർശനികന് കാണിച്ചു. ഈ ഭൂപടം എവിടെയാണ്? ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന നിധി എന്താണ്? സൂഫി ദാർശനികൻ ഭൂപടം സൂക്ഷിച്ചു നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരുതരം അറിവ് മിന്നിമറഞ്ഞു. ഈ ഭൂപടം യൂറോപ്പിലെ ഒരു പഴയ മലനിരകളിലേക്കാണ്. ആൽപ്സ് പർവ്വതനിരകളിലെ ഒരു രഹസ്യസ്ഥലത്തേക്കാണിത് വിരൽ ചൂണ്ടുന്നത്. മാർക്കോ ഞെട്ടിപ്പോയി.
ആൽപ്സ് പർവ്വതനിരകളോ? അത് വെനീസിന് സമീപത്താണ്. അപ്പോൾ സ്വപ്നദർശക പറഞ്ഞ മഞ്ഞുമൂടിയ മലനിരകൾ എന്നത് ആൽപ്സായിരുന്നോ? ഈ നിധി സ്വർണമോ രത്നങ്ങളോ അല്ല. സൂഫി ദാർശനികൻ തുടർന്നു, ഇതൊരു പഴയ രഹസ്യമാണ്. ഒരുതരം അറിവ്, ഒരുതരം ശക്തി. ഏത് ശക്തി? മാർക്കോ ചോദിച്ചു. വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിൽ ഒരു രഹസ്യ സമൂഹം ജീവിച്ചിരുന്നു. അവർക്ക് പ്രപഞ്ചത്തിലെ ചില രഹസ്യങ്ങൾ അറിയാമായിരുന്നു. അവരുടെ അറിവ് വലിയ ശക്തിയായിരുന്നു. അവരാണ് ഈ ഭൂപടമുണ്ടാക്കിയത്. ഒരു വലിയ ദുരന്തം വരുമ്പോൾ ഈ അറിവ് ലോകത്തിന് വീണ്ടും ലഭിക്കുമെന്നവർ വിശ്വസിച്ചു. ഫ്രാൻസിസ്കോ? മാർക്കോ ചോദിച്ചു. അവനാണ് ഈ ഭൂപടം കൊണ്ടുവന്നത്. ഫ്രാൻസിസ്കോയുടെ കുടുംബത്തിന് ഈ രഹസ്യ സമൂഹവുമായി ബന്ധമുണ്ടായിരുന്നിരിക്കാം. ഒരുപക്ഷേ അയാൾക്ക് ആ ശക്തി സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടായിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിനും ഈ രഹസ്യവുമായൊരു ബന്ധമുണ്ട്. പഴയകാലത്ത് നിങ്ങൾ തമ്മിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. സൂഫി ദാർശനികന്റെ വാക്കുകൾ മാർക്കോയുടെ മനസ്സിൽ ഒരു പുതിയ പ്രകാശനം നൽകി. തന്റെ കുടുംബത്തിന്റെ പഴയ രഹസ്യങ്ങൾ, ഫ്രാൻസിസ്കോയുടെ പ്രതികാരം, സ്വപ്നദർശകയുടെ മുന്നറിയിപ്പ് എല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വേഗത്തിൽ വെനീസിലേക്ക് പോകണം, സൂഫി ദാർശനികൻ പറഞ്ഞു. ഫ്രാൻസിസ്കോ ആ ശക്തി സ്വന്തമാക്കിയാൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കും. ആ ശക്തി നല്ല കൈകളിൽ എത്തിച്ചേരണം. മാർക്കോയ്ക്ക് സത്യം മനസ്സിലായി. ഫ്രാൻസിസ്കോ ഖാന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവൻ യൂറോപ്പിലേക്ക് മടങ്ങിച്ചെന്ന് ആ നിധി കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടാകണം. അവന്റെ ലക്ഷ്യം വെനീസിന്റെ അധികാരം പിടിച്ചെടുക്കുക എന്നതായിരുന്നു. തനിക്കില്ലാത്ത സഹോദരൻ എന്ന് സ്വപ്നദർശക പറഞ്ഞത് ഫ്രാൻസിസ്കോയെക്കുറിച്ചായിരുന്നു. അവരുടെ കുടുംബങ്ങൾ തമ്മിൽ പഴയകാലത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. കപ്പൽ യാത്ര തുടർന്നു. മെഡിറ്ററേനിയൻ കടലിലൂടെ അവർ വെനീസിലേക്ക് നീങ്ങി. ഓരോ ദിവസവും മാർക്കോയുടെ ആകാംക്ഷ വർദ്ധിച്ചു. വെനീസിലെത്തിയപ്പോൾ മാർക്കോയ്ക്ക് തന്റെ നഗരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വെനീസിലെ തെരുവുകളിലൂടെ അവൻ നടന്നു. പഴയകാലത്തെ പ്രൗഢിക്കു പകരം ഒരുതരം നിശബ്ദതയും വിഷാകവും അവിടെ തളം കെട്ടി നിന്നിരുന്നു. പല കെട്ടിടങ്ങളും ജീർണാവസ്ഥയിലായിരുന്നു. കച്ചവടം മന്ദഗതിയിലായിരുന്നു. തന്റെ വീട്ടിന്റെ അടുത്തേക്കൊക്കെ എത്തിയപ്പോൾ മാർക്കോയ്ക്ക് ഞെട്ടൽ തോന്നി. തന്റെ വീട് ഭാഗികമായി വെള്ളത്തിനടിയിലായിരുന്നു. സ്വപ്നദർശക പറഞ്ഞ വലിയ വെള്ളപ്പൊക്കം യാഥാർത്ഥ്യമായിരിക്കുന്നു. മാർക്കോ വേഗത്തിൽ വീട്ടിലേക്കൂടി. നിക്കോളോയും മഫിയോയും തളർന്നിരുന്നു. അവർക്ക് പ്രായമായി. അവർ ക്ഷീണിതരായിരുന്നു. അവരെ കണ്ടപ്പോൾ മാർക്കോയ്ക്ക് സങ്കടം തോന്നി. മാർക്കോ, നിക്കോളോ അവനെ കെട്ടിപ്പിടിച്ചു. നീ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞങ്ങൾ വിശ്വസിച്ചില്ല. എനിക്ക് വിവരം ലഭിച്ചു. എന്താണ് സംഭവിച്ചത്? നിക്കോളോ എല്ലാം വിശദീകരിച്ചു. വർഷങ്ങൾക്ക് മുൻപ് വെനീസിൽ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. പല വീടുകളും തകർന്നു. കച്ചവടം നിലച്ചു. പിന്നീട് ഫ്രാൻസിസ്കോയുടെ കുടുംബം വെനീസിൽ ഒരു വലിയ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അവർ തങ്ങളുടെ എതിരാളികളെ ഇല്ലാതാക്കി. പോളോ കുടുംബം പലപ്പോഴും ഒറ്റപ്പെട്ടു. ഫ്രാൻസിസ്കോ? മാർക്കോ ചോദിച്ചു. അവനിപ്പോൾ വെനീസിന്റെ ഏറ്റവും വലിയ വ്യാപാരിയാണ്. അവന് പഴയകാലത്തെ ചില രഹസ്യങ്ങളെക്കുറിച്ചറിയാം. നിങ്ങളുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ. അപ്പോൾ മാർക്കോയ്ക്ക് മനസ്സിലായി, ഫ്രാൻസിസ്കോ ഖാന്റെ കൊട്ടാരത്തിൽ നിന്ന് യൂറോപ്പിലേക്ക് മടങ്ങിച്ചെന്ന ശേഷം ഈ ശക്തി നേടാൻ ശ്രമിച്ചിട്ടുണ്ടാകണം. അവന്റെ ലക്ഷ്യം വെനീസിന്റെ അധികാരം പിടിച്ചെടുക്കുക എന്നതായിരുന്നു. സഹോദരന്റെ രഹസ്യം. സ്വപ്നദർശകയുടെ വാക്കുകൾ മാർക്കോയുടെ മനസ്സിൽ മുളുങ്ങി. തനിക്ക് സഹോദരനില്ലായിരുന്നല്ലോ. നിക്കോളോ മാർക്കോയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ മുഖത്ത് ഒരുതരം വിഷാദം നിഴലിച്ചു. മാർക്കോ, നിക്കോളോ പറഞ്ഞു, നിങ്ങൾക്കൊരു സഹോദരനുണ്ടായിരുന്നു. മാർക്കോ ഞെട്ടിത്തെറിച്ചു. എനിക്ക് സഹോദരനോ? നിങ്ങൾ കളവ് പറയുകയാണോ? നിക്കോളോ തലകുനിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നിങ്ങളോടൊരു സത്യം മറച്ചുവെച്ചു. നിങ്ങളുടെ സഹോദരന്റെ പേര് ആന്റോണിയോ എന്നായിരുന്നു. അവൻ ജനിച്ചപ്പോൾ തന്നെ ഒരുതരം രോഗം ബാധിച്ചിരുന്നു. ഞങ്ങൾ അവനെ ഒരു രഹസ്യസ്ഥലത്ത് ഒളിപ്പിച്ചു. ലോകം അവനെ അറിയരുത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഒരുനാൾ അവൻ രോഗം മൂലം മരിച്ചുപോയി. ഫ്രാൻസിസ്കോയുടെ കുടുംബം ഈ രഹസ്യം അറിഞ്ഞിരുന്നു. നിങ്ങളുടെ സഹോദരന് ഈ പഴയ രഹസ്യ സമൂഹവുമായി ബന്ധമുണ്ടായിരുന്നു. അവൻ ഈ നിധിയുടെ രഹസ്യം അറിയുന്ന ഒരാളായിരുന്നു. മാർക്കോയ്ക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തനിക്കൊരു സഹോദരനുണ്ടായിരുന്നു. തന്റെ ഓർമ്മകൾ ഒരു പുഴ പോലെ മനസ്സിലൂടെ ഒഴുകി നീങ്ങി. താൻ കണ്ട ഗുഹയിലെ പാമ്പ്, സ്വപ്നദർശക, സൂഫി ദാർശനികൻ എല്ലാവരും ഒരേ സത്യമാണ് പറഞ്ഞത്. ആന്റോണിയോയ്ക്ക് എന്താണ് സംഭവിച്ചത്? അവന്റെ രഹസ്യം എന്താണ്? നിക്കോളോയുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. ആന്റോണിയോ മരിച്ചുപോയി എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഒരുപക്ഷെ അവൻ ജീവിച്ചിരിപ്പുണ്ടാകാം. ഫ്രാൻസിസ്കോ അവനെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നു. ആൽപ്സ് പർവ്വതനിരകളിലെ ആ നിധി, അത് ആന്റോണിയോയുടെ രഹസ്യമാണ്. മാർക്കോയുടെ മനസ്സിൽ ഒരുതരം തീവ്രമായ വികാരം നിറഞ്ഞു. തന്റെ ജീവിതം മുഴുവൻ കളവ് കേട്ടായിരുന്നു ജീവിച്ചത്. തന്റെ കുടുംബം തന്നോടൊരു വലിയ സത്യം മറച്ചുവെച്ചു. ഇപ്പോൾ ആ സത്യം അവനെ വേട്ടയാടാൻ വന്നിരിക്കുന്നു. അതേസമയം വെനീസിന്റെ തെരുവുകളിൽ ഒരുതരം മന്ത്രം മുഴങ്ങി. അത് ഫ്രാൻസിസ്കോയുടെ ആളുകൾ വിളിച്ചു പറയുന്ന മന്ത്രമായിരുന്നു. പഴയ ശക്തി ഉണർന്നെഴുന്നേൽക്കുന്നു. സത്യം പുറത്തുവരുന്നു.
മാർക്കോയ്ക്ക് മനസ്സിലായി, ഫ്രാൻസിസ്കോ തന്റെ സഹോദരനായ ആന്റോണിയോയെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അവന്റെ ലക്ഷ്യം ആ നിധിയാണ്, ആ ശക്തിയാണ്. ആന്റോണിയോ എവിടെയാണ്? മാർക്കോ ഉറക്കെ ചോദിച്ചു. അവനെ ഫ്രാൻസിസ്കോയ്ക്ക് ലഭിക്കാൻ പാടില്ല. തനിക്കൊരു സഹോദരനുണ്ടായിരുന്നെന്ന് കേട്ടപ്പോൾ അവന്റെ ഹൃദയം വേദനിച്ചു. തന്റെ കുടുംബം തന്നോട് ഇത്രയും വലിയൊരു സത്യം മറച്ചുവെച്ചു. ആന്റോണിയോയെക്കുറിച്ചൊരു വാക്കുപോലും ഇതുവരെ കേട്ടിരുന്നില്ല. അവന്റെ ഓർമ്മകൾ അവന്റെ മനസ്സിലൊരു വലിയ ഭാരമായി മാറി. അവനെക്കുറിച്ച് നിങ്ങളെനിക്ക് എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? മാർക്കോയുടെ ശബ്ദം ഇടറി. നിക്കോളോയുടെ കണ്ണുകളിൽ സങ്കടം നിറഞ്ഞു. ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണത് മറച്ചുവെച്ചത് മാർക്കോ. ആ രഹസ്യം അപകടകരമായിരുന്നു. ആന്റോണിയോയ്ക്കൊരുതരം പ്രത്യേക കഴിവുണ്ടായിരുന്നു. അവൻ ജനിച്ചപ്പോൾ തന്നെ പ്രപഞ്ചത്തിലെ ചില രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരടയാളം അവന്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഞങ്ങൾക്കവനെ ലോകത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഭയമായിരുന്നു. മാർക്കോയ്ക്ക് തന്റെ അച്ഛന്റെ വേദന മനസ്സിലായി. എന്നാൽ ഈ രഹസ്യം തന്റെ ജീവിതം മാറ്റിമറിച്ചിരിക്കുന്നു. താൻ കണ്ട സ്വപ്നദർശികയുടെ വാക്കുകളും സൂഫി ദാർശനികന്റെ മുന്നറിയിപ്പും ഫ്രാൻസിസ്കോയുടെ ഭൂപടവും എല്ലാം ഇപ്പോൾ വ്യക്തമായി. ആന്റോണിയോ മരിച്ചുപോയെന്നും നിങ്ങളെങ്ങനെയാണ് ഉറപ്പിച്ചത്? മാർക്കോ ചോദിച്ചു. നിക്കോളോ ഒരു ദീർഘനിശ്വാസമെടുത്തു. അവനു വളരെ ചെറുപ്പത്തിൽ തന്നെ രോഗം ബാധിച്ചു. ഒരു ദിവസം അവനെ കിടത്തിയ മുടിയിൽ നിന്ന് ഒരുതരം മഞ്ഞ വെളിച്ചം പുറത്തേക്ക് വന്നു. പിന്നീട് അവനെ ഞങ്ങളവിടെ കണ്ടില്ല. ഞങ്ങൾ വിശ്വസിച്ചു അവൻ മരിച്ചുപോയെന്ന്. എന്നാൽ അവന്റെ ശരീരം ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ മാർക്കോയ്ക്ക് ഓർമ്മ വന്നു, കനാൽ നിർമ്മാണ സ്ഥലത്ത് കണ്ട പഴയ പ്രതിമയും അതിനെക്കുറിച്ചുള്ള കഥകളും. ആ പ്രതിമയ്ക്കു ചുറ്റുമുള്ള വെളിച്ചവും ആന്റോണിയോയുടെ മുറിയിൽ കണ്ട വെളിച്ചവും ഒരുപോലെയായിരുന്നു. ഫ്രാൻസിസ്കോയ്ക്ക് ഈ രഹസ്യത്തെക്കുറിച്ച് എങ്ങനെ അറിയാം? മഫിയോ ചോദിച്ചു. ഫ്രാൻസിസ്കോയുടെ കുടുംബത്തിന് ഈ പഴയ രഹസ്യ സമൂഹവുമായി ബന്ധമുണ്ടായിരുന്നിരിക്കാം, മാർക്കോ പറഞ്ഞു. അവർക്ക് ആ ശക്തി സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഒരുപക്ഷേ ആന്റോണിയോയെ അവർ പിന്തുടർന്നിട്ടുണ്ടാകാം. അപ്പോൾ ആൽപ്സ് പർവ്വതനിരകളിലെ നിധി, അത് ആന്റോണിയോ ആണോ? നിക്കോളോ ചോദിച്ചു. ഒരുപക്ഷേ. അല്ലെങ്കിൽ ആന്റോണിയോയ്ക്ക് ആ നിധി എവിടെയാണെന്നറിയാമായിരുന്നിരിക്കാം. മാർക്കോയ്ക്ക് തന്റെ സഹോദരനെ കണ്ടെത്തണം. ഫ്രാൻസിസ്കോയ്ക്ക് മുൻപ് അവനെ കണ്ടെത്തണം. അവൻ ഫ്രാൻസിസ്കോയുടെ ഇപ്പോഴത്തെ നീക്കങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. ഫ്രാൻസിസ്കോ വെനീസിലെ തന്റെ അധികാരം ഉറപ്പിക്കുകയും ആൽപ്സ് പർവ്വതനിരകളിലേക്ക് രഹസ്യമായി ചില ആളുകളെ അയക്കുകയും ചെയ്യുന്നതെന്ന് മാർക്കോയ്ക്ക് വിവരം ലഭിച്ചു. മാർക്കോയും നിക്കോളോയും മഫിയോയും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി. അവർക്ക് ആൽപ്സ് പർവ്വതനിരകളിലേക്ക് പോകണം. ഫ്രാൻസിസ്കോയ്ക്ക് മുൻപ് ആന്റോണിയോയെ കണ്ടെത്തണം, അല്ലെങ്കിൽ ആ നിധി സ്വന്തമാക്കണം. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ രഹസ്യമായി തുടങ്ങി. വെനീസിലെ ഫ്രാൻസിസ്കോയുടെ ആളുകൾ എല്ലായിടത്തുമുണ്ടായിരുന്നു. അവർക്ക് ആരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ പാടില്ലായിരുന്നു. രാത്രിയുടെ മറവിൽ അവർ വെനീസിൽ നിന്ന് പുറപ്പെട്ടു. ആൽപ്സ് പർവ്വതനിരകളിലേക്കുള്ള യാത്ര അപകടകരമായിരുന്നു. മഞ്ഞുമൂടിയ കൊടുമുടികളും കൊടും തണുപ്പും ഇടതുറഞ്ഞ വനങ്ങളും അവർക്ക് മുന്നിൽ വെല്ലുവിളികളായി നിന്നു. മാർക്കോ മംഗോൾ സാമ്രാജ്യത്തിൽ വെച്ചു പഠിച്ച അതിജീവന തന്ത്രങ്ങൾ അവരെ സഹായിച്ചു. ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ രഹസ്യസ്ഥലത്തിനടുത്ത് അവരെത്തിച്ചേർന്നു. അതൊരു വലിയ മലയിടുക്കായിരുന്നു. ചുറ്റും മഞ്ഞുമൂടിയ മലനിരകൾ ഉയർന്നു നിന്നു. ഒരുതരം നിഗൂഢമായ ശാന്തത അവിടെ തളം കിട്ടിനിന്നു. മലയിടുക്കിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു പഴയ ഗുഹയുടെ കവാടം അവർ കണ്ടു. ഗുഹയുടെ ഉള്ളിൽ നിന്ന് നേരിയ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. മാർക്കോയുടെ മനസ്സിൽ ചൈനയിലെ ഗുഹയിലെ പാമ്പിന്റെ ഓർമ്മ വന്നു. അതേ വെളിച്ചം. ഇതാണോ ആ സ്ഥലം? മഫിയോ ചോദിച്ചു. മാർക്കോ തലയാട്ടി. അവർ പതിയെ ഗുഹയിലേക്ക് പ്രവേശിച്ചു. ഗുഹയുടെ ഉള്ളിൽ തണുപ്പായിരുന്നു. തണുത്ത കാറ്റ് അവരുടെ ദേഹത്ത് തഴുകി. ഉള്ളിലേക്ക് പോകുംതോറും വെളിച്ചം കൂടി വന്നു. ഗുഹയുടെ ഉള്ളിൽ ഒരു വലിയ ഹാളിൽ അവരൊരു വിചിത്രമായ കാഴ്ച കണ്ടു. ഒരു വലിയ പാറയുടെ മുകളിൽ ഒരു സ്ഫടികലിംഗം തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സ്ഫടികലിംഗത്തിൽ നിന്ന് മഞ്ഞ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതിലൊരുതരം ചിത്രങ്ങൾ മിന്നിമറയുന്നുണ്ടായിരുന്നു. അത് ഭൂതകാലത്തിന്റെയും ഭാവിയുടെയും ചിത്രങ്ങളായിരുന്നു. സ്ഫടികലിംഗത്തിനു ചുറ്റും പഴയകാലത്തെ ചില അടയാളങ്ങൾ കൊത്തിവച്ചിട്ടുണ്ടായിരുന്നു. മാർക്കോയ്ക്ക് അവ മംഗോളിയൻ ഭാഷയിൽ പഠിച്ച ചില പുരാതന അടയാളങ്ങളുമായി സാമ്യമുള്ളതായി തോന്നി. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. നിങ്ങൾ വന്നുവല്ലോ. അവർ തിരിഞ്ഞുനോക്കി. ഗുഹയുടെ ഒരു കോണിൽ ഒരു വൃദ്ധനിരിപ്പുണ്ടായിരുന്നു. അവന്റെ മുഖം ചുളിഞ്ഞിരുന്നു. കണ്ണുകൾക്കൊരുതരം തിളക്കമുണ്ടായിരുന്നു. അവന്റെ ദേഹത്തൊരു പഴയ കോട്ട് ധരിച്ചിരുന്നു. നിങ്ങൾ ആരാണ്? മാർക്കോ ചോദിച്ചു. വൃദ്ധൻ ചിരിച്ചു. ഞാനാണ് ഈ നിധിയുടെ കാവൽക്കാരൻ. ഞാൻ കാലങ്ങളായി ഇവിടെ കാത്തിരിക്കുകയാണ്. ആന്റോണിയോ എവിടെയാണ്? മാർക്കോ ചോദിച്ചു. വൃദ്ധൻ സ്ഫടികലിംഗത്തിലേക്ക് നോക്കി. ആന്റോണിയോ ഇവിടെയുണ്ട്. അവൻ ഈ നിധിയുടെ ഭാഗമാണ്. മാർക്കോയ്ക്കത് മനസ്സിലായില്ല. സ്ഫടികലിംഗം ഒരു നിധിയായിരുന്നില്ല,
ഒരുതരം ഊർജ്ജകേന്ദ്രമായിരുന്നു. ഈ സ്ഫടികലിംഗം ഇത് പ്രപഞ്ചത്തിലെ എല്ലാ അറിവുകളും ശേഖരിച്ചു വച്ചിരിക്കുന്നു. ഇത് കാലത്തിന്റെ കണ്ണാടിയാണ്. നിങ്ങളുടെ സഹോദരന് ഈ ശക്തിയെ നിയന്ത്രിക്കാൻ കഴിവുണ്ടായിരുന്നു. അവൻ ഈ സ്ഫടികലിംഗത്തിൽ ലയിച്ചു ചേർന്നു. മാർക്കോ ഞെട്ടിത്തരിച്ചു. തന്റെ സഹോദരൻ മരിച്ചുവെന്ന് കരുതിയെങ്കിലും അവൻ ഈ സ്ഫടികലിംഗത്തിൽ ലയിച്ചു ചേർന്നു. അവന്റെ ആത്മാവിവിടെയുണ്ടോ? പെട്ടെന്ന് ഗുഹയുടെ കവാടത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അവരെ പിടിക്കുക! ഫ്രാൻസിസ്കോയും അവന്റെ ആളുകളും ഗുഹയിലേക്ക് പ്രവേശിച്ചു. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടായിരുന്നു. ഫ്രാൻസിസ്കോയുടെ കണ്ണുകളിൽ ദുഷ്ടത നിറഞ്ഞിരുന്നു. നിങ്ങളിവിടെ എത്തിയല്ലേ മാർക്കോ പോളോ? ഫ്രാൻസിസ്കോ പറഞ്ഞു. ഈ ശക്തി എനിക്ക് സ്വന്തമായിരിക്കും. ഫ്രാൻസിസ്കോ സ്ഫടികലിംഗത്തിനടുത്തേക്ക് നീങ്ങി. വൃദ്ധനായ കാവൽക്കാരൻ അവനെ തടയാൻ ശ്രമിച്ചു. എന്നാൽ ഫ്രാൻസിസ്കോ അയാളെ തള്ളിമാറ്റി. മാർക്കോയും നിക്കോളോയും മഫിയോയും ഫ്രാൻസിസ്കോയെ തടയാൻ ശ്രമിച്ചു. ഒരു വലിയ സംഘട്ടനം ഗുഹയ്ക്കുള്ളിൽ നടന്നു. ആയുധങ്ങളുടെ ശബ്ദം ഗുഹയിൽ പ്രതിധ്വനിച്ചു. ഫ്രാൻസിസ്കോ സ്ഫടികലിംഗത്തിൽ കൈവയ്ക്കാനൊരുങ്ങി. ഈ ശക്തി എനിക്ക് സ്വന്തം, അവൻ അലറി. പെട്ടെന്ന് സ്ഫടികലിംഗത്തിൽ നിന്നൊരുതരം ശക്തമായ ഊർജ്ജം പുറത്തേക്ക് വന്നു. അത് ഫ്രാൻസിസ്കോയെ പിന്നോട്ട് തെറിപ്പിച്ചു. അവന്റെ ദേഹത്ത് തീവ്രമായ ഒരു വേദന അനുഭവപ്പെട്ടു. സ്ഫടികലിംഗം കൂടുതൽ ശക്തമായി തിളങ്ങി. അതിൽ ആന്റോണിയോയുടെ മുഖം മിന്നിമറയുന്നതുപോലെ മാർക്കോയ്ക്ക് തോന്നി. നിങ്ങൾ ഈ ശക്തിയെ നിയന്ത്രിക്കാൻ യോഗ്യനല്ല. സ്ഫടികലിംഗത്തിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു. അത് ആന്റോണിയോയുടെ ശബ്ദമായിരുന്നു. ഫ്രാൻസിസ്കോ നിലത്ത് വീണു. അവന്റെ ശരീരം തളർന്നുപോയി. അവന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. മാർക്കോയ്ക്ക് സത്യം മനസ്സിലായി. ആന്റോണിയോ ജീവനോടെ സ്ഫടികലിംഗത്തിൽ ലയിച്ചു ചേർന്നു. അവന്റെ ആത്മാവ് ഈ ശക്തിയെ സംരക്ഷിക്കുകയാണ്. അതേസമയം ഗുഹയുടെ പുറത്തുനിന്നൊരു വലിയ ശബ്ദം കേട്ടു. മഞ്ഞുമല ഇടിഞ്ഞു വീഴുന്ന ശബ്ദമായിരുന്നു. ഗുഹയുടെ കവാടം അടഞ്ഞു പോവുകയാണോ? മാർക്കോയ്ക്ക് ഫ്രാൻസിസ്കോയെ തടയണം, സ്ഫടികലിംഗത്തെ സംരക്ഷിക്കണം. എന്നാൽ ഗുഹയുടെ കവാടം അടയുകയാണ്. അവർക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? പുറത്തേക്ക് ഓടുക! നിക്കോളോ അലറി. നമ്മളിവിടെ കുടങ്ങിപ്പോകും. മാർക്കോ സ്ഫടികലിംഗത്തിലേക്ക് നോക്കി. ആന്റോണിയോയുടെ മുഖം അതിൽ മിന്നിമറയുന്നതുപോലെ മാർക്കോയ്ക്ക് തോന്നി. ഈ ശക്തി ആരും സംരക്ഷിക്കണം? മാർക്കോയുടെ ചോദ്യം അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുഹയുടെ കവാടത്തിൽ പ്രതിധ്വനിച്ചു. ഗുഹയുടെ കവാടം ഏതാണ്ട് പൂർണ്ണമായും അടഞ്ഞിരുന്നു. വെളിച്ചം കുറഞ്ഞു. തണുപ്പ് കൂടി. മാർക്കോയ്ക്ക് ചുറ്റും ഭീകരമായ നിശബ്ദത തളം കെട്ടിനിന്നു. മഞ്ഞുമല ഇടിഞ്ഞു വീഴുന്നതിന്റെ ഭീകരമായ ശബ്ദം മാത്രം അകലെ കേൾക്കാം. നിക്കോളോയും മഫിയോയും പരിഭ്രാന്തരായി മാർക്കോയെ നോക്കി. ഫ്രാൻസിസ്കോ ഇപ്പോഴും സ്ഫടികലിംഗത്തിന് സമീപം നിലത്ത് കിടക്കുകയായിരുന്നു. അവന്റെ ശരീരത്തിലൂടെ ഒരുതരം വിറയൽ കടന്നുപോയി. ആന്റോണിയോയുടെ ശക്തി അവനെ പൂർണ്ണമായും തളർത്തിയിരുന്നു. അവൻ കണ്ണുകൾ തുറന്നു, പക്ഷെ അതിൽ ഭയം മാത്രം. മാർക്കോയ്ക്ക് തന്റെ സഹോദരന്റെ വാക്കുകൾ ഓർമ്മ വന്നു. ഈ ശക്തിയെ ആരും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. നീയാണ് എന്റെ രഹസ്യം ലോകത്തിനു മുന്നിൽ എത്തിക്കേണ്ടത്. ആന്റോണിയോയുടെ ആത്മാവ് ഈ സ്ഫടികലിംഗത്തിൽ ജീവിക്കുന്നുവെന്ന് മാർക്കോയ്ക്ക് മനസ്സിലായി. ഇത് കേവലം ഒരു നിധിയായിരുന്നില്ല, അതൊരു ജീവനുള്ള അറിവിന്റെ കേന്ദ്രമായിരുന്നു. മാർക്കോ ഒരു നിമിഷം പോലും വൈകിയില്ല. അവൻ സ്ഫടികലിംഗത്തിനടുത്തേക്ക് ചെന്നു. ആന്റോണിയോ, അവൻ പതിയെ വിളിച്ചു. സ്ഫടികലിംഗം കൂടുതൽ ശക്തമായി തിളങ്ങി. അതിൽ ആന്റോണിയോയുടെ മുഖം കൂടുതൽ വ്യക്തമായി. നിങ്ങൾ ഈ ശക്തിയെ സംരക്ഷിക്കണം മാർക്കോ. ഈ അറിവ് തെറ്റായ കൈകളിൽ എത്താൻ പാടില്ല. എനിക്കിതെങ്ങനെ സംരക്ഷിക്കാൻ കഴിയും? മാർക്കോ ചോദിച്ചു. ഗുഹ അടയുകയാണ്. ഈ ഗുഹ അടയില്ല, കാവൽക്കാരനായ വൃദ്ധൻ പറഞ്ഞു. ഈ ശക്തിയെ സംരക്ഷിക്കാൻ ഈ ഗുഹ സ്വയം സംരക്ഷിക്കും. നിങ്ങൾ പുറത്തേക്ക് പോകണം. ഈ അറിവ് ലോകത്തിനു മുന്നിലെത്തിക്കണം. വൃദ്ധൻ മാർക്കോയുടെ കയ്യിൽ ഒരു ചെറിയ ഏട് വെച്ചുകൊടുത്തു. ഇത് ഈ ശക്തിയെ നിയന്ത്രിക്കാനുള്ള ഒരു രഹസ്യമന്ത്രമാണ്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ഈ അറിവിന്റെ ഒരു ചെറിയ ഭാഗം നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ പൂർണ്ണമായ ശക്തി ഇവിടെ തന്നെ തുടരും. മാർക്കോ ആ ഏട് കയ്യിൽ വാങ്ങി. അവൻ സ്ഫടികലിംഗത്തിലേക്ക് നോക്കി. ആന്റോണിയോയുടെ മുഖം അവനോട് യാത്ര പറയുന്നതുപോലെ തോന്നി. നീ തിരിച്ചുപോകണം. ആന്റോണിയോയുടെ ശബ്ദം ഗുഹയിൽ മുഴങ്ങി. എന്റെ കഥ പറയണം. ഈ ലോകം കണ്ട നിന്റെ സത്യം പറയണം. നിന്നെ ആരും വിശ്വസിക്കില്ലായിരിക്കാം, പക്ഷെ നീ പറയണം. അതാണ് നിന്റെ ദൗത്യം. ഗുഹയുടെ ഉള്ളിൽ നിന്ന് ഒരുതരം മണൽക്കാറ്റ് വീശി. കവാടത്തിലെ അടഞ്ഞ പാറകൾക്കിടയിലൂടെ ഒരു ചെറിയ വഴി തുറന്നു. ഒരു നേർത്ത വെളിച്ചം പുറത്തേക്ക് കണ്ടു. പോവുക! വൃദ്ധനായ കാവൽക്കാരൻ അലറി. മാർക്കോ നിക്കോളോയെയും മഫിയോയെയും കൂട്ടി ആ ചെറിയ വഴിയിലൂടെ പുറത്തേക്കോടി. അവർക്ക് പിന്നിൽ ഗുഹയുടെ കവാടം പൂർണ്ണമായും അടഞ്ഞു. മഞ്ഞുമല ശാന്തമായി. ഗുഹ അപ്രത്യക്ഷമായതുപോലെ തോന്നി. സ്ഫടികലിംഗവും ആന്റോണിയോയുടെ ആത്മാവും അതിനുള്ളിൽ മറഞ്ഞു. അവർ പുറത്തെത്തിയപ്പോൾ ഫ്രാൻസിസ്കോയെ അവർ കണ്ടില്ല. അവൻ എവിടെ പോയി എന്നവർക്ക് മനസ്സിലായില്ല. ഒരുപക്ഷേ ഗുഹയുടെ ഉള്ളിൽ കുടുങ്ങിപ്പോയതാകാം. മാർക്കോയ്ക്ക് സങ്കടം തോന്നി.
തന്റെ സഹോദരനെ ഒരു നോക്കുപോലും കാണാൻ അവന് കഴിഞ്ഞില്ല. പക്ഷേ അവന്റെ ആത്മാവ് തനിക്കൊരു വലിയ ദൗത്യം നൽകിയിരിക്കുന്നു. അവർ വെനീസിലേക്ക് യാത്ര തുടർന്നു. മാർക്കോയുടെ മനസ്സിൽ ഗുഹയിലെ സ്ഫടികലിംഗവും ആന്റോണിയോയുടെ വാക്കുകളും ഏടിലെ രഹസ്യമന്ത്രവും നിറഞ്ഞുനിന്നു. വെനീസിലേക്ക് തിരികെ എത്തിയപ്പോൾ അവർക്കൊരു വലിയ തിരിച്ചുവരവായിരുന്നു. അവർ ഖാന്റെ സ്വർണവും രത്നങ്ങളും യൂറോപ്പിലേക്ക് കൊണ്ടുവന്നു. പോളോ കുടുംബം വീണ്ടും സമ്പന്നരായി. വെനീസിൽ അവരുടെ പ്രശസ്തി വർദ്ധിച്ചു. എന്നാൽ മാർക്കോയ്ക്ക് സമാധാനമുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സിൽ ആന്റോണിയോയുടെ ദൗത്യമായിരുന്നു. അവൻ തന്റെ യാത്രകളെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. ചൈനയെക്കുറിച്ചും മംഗോൾ സാമ്രാജ്യത്തെക്കുറിച്ചും കുബ്ലൈ ഖാനെക്കുറിച്ചും താൻ കണ്ട വിചിത്രമായ കാഴ്ചകളെക്കുറിച്ചും അവൻ എഴുതി. ആൽപ്സിലെ ഗുഹയെക്കുറിച്ചും സ്ഫടികലിംഗത്തെക്കുറിച്ചും ആന്റോണിയോയെക്കുറിച്ചും ഏടിലെ രഹസ്യമന്ത്രത്തെക്കുറിച്ചും അവൻ എഴുതി. മാർക്കോയുടെ കഥകൾ കേട്ട ആളുകൾ അത്ഭുതപ്പെട്ടു. എന്നാൽ പലരും അവനെ വിശ്വസിച്ചില്ല. അവൻ ഭ്രാന്തനാണ്, ചിലർ പറഞ്ഞു. അവൻ കളവ് പറയുകയാണ്. അവന്റെ കഥകൾ കെട്ടുകഥകളാണെന്ന് പലരും കരുതി. കാരണം യൂറോപ്യർക്ക് ഒരിക്കലും സങ്കൽപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു അവൻ കണ്ടതും കേട്ടതും. മംഗോൾ സാമ്രാജ്യത്തിന്റെ വലിപ്പം, ചൈനയിലെ സാങ്കേതിക വിദ്യകൾ, കടലാസ് പണം, കത്തുന്ന കല്ലുകൾ അഥവാ കൽക്കരി, ഇതൊന്നും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മാർക്കോയെ പലരും മില്യൻ എന്ന് വിളിച്ച് കളിയാക്കി. അവൻ ഒരുപാട് കളവുകൾ പറയുന്നൊരു മനുഷ്യനാണെന്ന് അവർ വിശ്വസിച്ചു. മാർക്കോയ്ക്ക് സങ്കടം തോന്നി. തന്റെ സഹോദരൻ നൽകിയ ദൗത്യം തനിക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെന്നവന് തോന്നി. അവന്റെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. ഒരു ദിവസം വെനീസും ജനോവയും തമ്മിൽ ഒരു വലിയ യുദ്ധം നടന്നു. മാർക്കോ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. ജനോവക്കാർ മാർക്കോയെ തടവിലാക്കി. തടവര വെച്ച് മാർക്കോയ്ക്ക് സങ്കടം തോന്നി. തന്റെ ജീവിതം പാഴായിപ്പോയി എന്നവന് തോന്നി. താൻ കണ്ട അത്ഭുതങ്ങളെക്കുറിച്ച് ആരും വിശ്വസിക്കുന്നില്ല. തന്റെ സഹോദരന്റെ രഹസ്യം ലോകത്തിനു മുന്നിൽ എത്തിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. അവിടെ വെച്ച് മാർക്കോയ്ക്ക് ഒരു കൂട്ടുകാരൻ ലഭിച്ചു. റുസ്റ്റിച്ചെല്ലോ ഡാ പിസ എന്ന എഴുത്തുകാരനായിരുന്നു അയാൾ. മാർക്കോ റുസ്റ്റിച്ചെല്ലോയോട് തന്റെ യാത്രകളെക്കുറിച്ചും കണ്ട കാഴ്ചകളെക്കുറിച്ചും ആന്റോണിയോയെക്കുറിച്ചും എല്ലാം പറഞ്ഞു. റുസ്റ്റിച്ചെല്ലോ മാർക്കോയുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. അവന്റെ കണ്ണുകളിൽ ഒരുതരം കൗതുകം നിറഞ്ഞു നിന്നു. നിങ്ങളുടെ കഥകൾ അതിശയകരമാണ്, റുസ്റ്റിച്ചെല്ലോ പറഞ്ഞു. ഇത് ലോകമറിയണം. റുസ്റ്റിച്ചെല്ലോ മാർക്കോയുടെ വാക്കുകൾ എഴുതാൻ തുടങ്ങി. ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ എന്ന പുസ്തകമായി അത് പിന്നീട് അറിയപ്പെട്ടു. മാർക്കോ റുസ്റ്റിച്ചെല്ലോയുടെ ആൽപ്സിലെ ഗുഹയെക്കുറിച്ചും സ്ഫടികലിംഗത്തെക്കുറിച്ചും ആന്റോണിയോയെക്കുറിച്ചും ഏടിലെ രഹസ്യമന്ത്രത്തെക്കുറിച്ചും പറഞ്ഞു. റുസ്റ്റിച്ചെല്ലോ അതെല്ലാം തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. ഒരു ദിവസം ജയിൽ ചാടാൻ ശ്രമിച്ച ഒരു തടവുകാരനെ സൈനികർ പിടികൂടി. അവന്റെ മുഖം വിളറി വെളുത്തിരുന്നു. അവന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു. മാർക്കോ അയാളെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അത് ഫ്രാൻസിസ്കോ ആയിരുന്നു. അവൻ ജീവനോടെയുണ്ട്. ഫ്രാൻസിസ്കോ തടവരയുടെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി. അവന്റെ കണ്ണുകളിൽ മാർക്കോയോടുള്ള വിദ്വേഷം നിറഞ്ഞു. നീ എന്നെ തോൽപ്പിച്ചു മാർക്കോ പോളോ. പക്ഷേ ഈ കളി അവസാനിച്ചിട്ടില്ല. മാർക്കോയ്ക്കൊരു കാര്യം മനസ്സിലായി. ഫ്രാൻസിസ്കോ അന്ന് ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അവന്റെ ലക്ഷ്യം സ്ഫടികലിംഗവും ആന്റോണിയോയുടെ രഹസ്യവുമായിരുന്നു. ഫ്രാൻസിസ്കോയുടെ വാക്കുകൾ അവന്റെ മനസ്സിൽ ഭയം നിറച്ചു. ഈ കളി അവസാനിച്ചിട്ടില്ലെങ്കിൽ അടുത്ത നീക്കമെന്തായിരിക്കും? ഫ്രാൻസിസ്കോയുടെ പ്രതികാരം അവസാനിച്ചിട്ടില്ലെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതേസമയം റുസ്റ്റിച്ചെല്ലോയുടെ പുസ്തകം ലോകമെമ്പാടും പ്രചരിക്കാൻ തുടങ്ങി. പലരും മാർക്കോയുടെ കഥകളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ചിലർ അവനെ വിശ്വസിച്ചു, ചിലർ ഇപ്പോഴും അവനെ കളിയാക്കി. ഒരു നാട്ടിൽ തടവുകാരായ മാർക്കോ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്നൊരുതരം വെളിച്ചം അവന്റെ മുറിയിൽ നിറഞ്ഞു. ആന്റോണിയോയുടെ മുഖം അവന്റെ മുന്നിൽ തെളിഞ്ഞു. മാർക്കോ, ആന്റോണിയോയുടെ ശബ്ദം അവന്റെ മുന്നിൽ മുഴങ്ങി. സത്യം പറയുക, എന്റെ രഹസ്യം പൂർണ്ണമായും വെളിപ്പെടുത്തുക. ആൽപ്സിലെ ഗുഹയെക്കുറിച്ച്, സ്ഫടികലിംഗത്തെക്കുറിച്ച്, അതാണ് നിന്റെ യഥാർത്ഥ ദൗത്യം. മാർക്കോ ഞെട്ടിയുണർന്നു. അതൊരു സ്വപ്നമായിരുന്നോ അതോ ഒരു യാഥാർത്ഥ്യമായിരുന്നോ? അതേസമയം ഫ്രാൻസിസ്കോ ജയിലിൽ നിന്ന് രഹസ്യമായി ചില വിവരങ്ങൾ കൈമാറാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മാർക്കോയ്ക്ക് വിവരം ലഭിച്ചു. അവന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? സ്ഫടികലിംഗത്തെക്കുറിച്ച് അവൻ എന്താണ് അറിയുന്നത്? ഫ്രാൻസിസ്കോയുടെ അടുത്ത നീക്കം എന്തായിരിക്കും? മാർക്കോയുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു. ആന്റോണിയോയുടെ രഹസ്യം പൂർണ്ണമായും എങ്ങനെ വെളിപ്പെടുത്തും? മാർക്കോ തടവറയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവന്റെ മനസ്സിൽ പുതിയൊരു ഭാരമുണ്ടായിരുന്നു. ഫ്രാൻസിസ്കോയുടെ ഭീഷണിയും ആന്റോണിയോയുടെ ദൗത്യവും അവനെ വേട്ടയാടി. റുസ്റ്റിച്ചെല്ലോയുടെ പുസ്തകം ലോകം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആരും സ്ഫടികലിംഗത്തെക്കുറിച്ചോ ആന്റോണിയോയെക്കുറിച്ചോ വിശ്വസിച്ചില്ല. മാർക്കോയുടെ വാക്കുകൾക്ക് വിശ്വസനീയത കുറവായിരുന്നു. നിക്കോളോയും മഫിയോയും പ്രായത്തിന്റെ അവശതകളിൽ വലഞ്ഞിരുന്നു. അവർക്ക് മാർക്കോയുടെ പുതിയ ദൗത്യത്തെക്കുറിച്ച് കൂടുതൽ സഹായിക്കാൻ കഴിഞ്ഞില്ല. മാർക്കോ ഒറ്റയ്ക്കാണെന്ന് അവന് തോന്നി. തന്റെ സത്യം ആരും വിശ്വസിക്കാത്ത ഒരു ലോകത്തിൽ ഈ വലിയ രഹസ്യം അവൻ എങ്ങനെ വെളിപ്പെടുത്തും?
ഫ്രാൻസിസ്കോ ഇപ്പോഴും തടവറയിലായിരുന്നു. എന്നാൽ അവന്റെ സ്വാധീനം അവിടെയും വ്യാപിച്ചിരുന്നു. ജയിലിന്റെ മതിലുകൾക്കപ്പുറത്തേക്കും അവന്റെ ചരടുവലികൾ നീണ്ടു. മാർക്കോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഫ്രാൻസിസ്കോ ആൽപ്സിലെ ഗുഹയെക്കുറിച്ചും സ്ഫടികലിംഗത്തെക്കുറിച്ചും പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. മാർക്കോ ഫ്രാൻസിസ്കോയുടെ നീക്കങ്ങൾ രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി. ജയിലിനുള്ളിൽ ഫ്രാൻസിസ്കോ ചില തടവുകാരുമായി രഹസ്യമായി സംസാരിക്കുന്നത് മാർക്കോ കണ്ടു. അവർക്ക് ചില രഹസ്യ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടായിരുന്നു. ഒരു ദിവസം മാർക്കോ ജയിലിലെ ഒരു പഴയ കാവൽക്കാരനെ സമീപിച്ചു. ആ കാവൽക്കാരൻ പണ്ടുമുതലേ പോളോ കുടുംബത്തോട് വിശ്വസ്തനായിരുന്നു. മാർക്കോ അയാളോട് ഫ്രാൻസിസ്കോയെക്കുറിച്ചുള്ള തന്റെ ആശങ്കകൾ പങ്കുവച്ചു. കാവൽക്കാരൻ ചില വിവരങ്ങൾ നൽകി. ഫ്രാൻസിസ്കോ പുറത്തുള്ള ചില ആളുകളുമായി ബന്ധപ്പെടുന്നുണ്ട്. അയാൾ ചില പഴയ രഹസ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു. ആൽപ്സ് പർവ്വതനിരകളിലെ ഒരു പഴയ ഗുഹയെക്കുറിച്ച് അയാൾക്ക് വലിയ താൽപ്പര്യമുണ്ട്. മാർക്കോയ്ക്ക് മനസ്സിലായി, ഫ്രാൻസിസ്കോ ഗുഹയെക്കുറിച്ചും സ്ഫടികലിംഗത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ അയാൾക്ക് ആ ശക്തി വീണ്ടും സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടായിരിക്കാം. മാർക്കോയ്ക്ക് ആന്റോണിയോയുടെ ദൗത്യം പൂർത്തിയാക്കിയേ മതിയാകൂ. റുസ്റ്റിച്ചെല്ലോയുടെ പുസ്തകം ലോകം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരുന്നെങ്കിലും അതിൽ ആന്റോണിയോയുടെ രഹസ്യം വ്യക്തമായി പറഞ്ഞിരുന്നില്ല. സ്ഫടികലിംഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു മായാജാലമായിട്ടാണ് പലരും കണ്ടത്. മാർക്കോ റുസ്റ്റിച്ചെല്ലോയെ സമീപിച്ചു. എന്റെ സഹോദരന്റെ കഥ പൂർണ്ണമായി ലോകത്തിനു മുന്നിലെത്തണം. സ്ഫടികലിംഗത്തെക്കുറിച്ചുള്ള സത്യം ആളുകൾ അറിയണം. റുസ്റ്റിച്ചെല്ലോ ശ്രദ്ധയോടെ കേട്ടു. പക്ഷേ മാർക്കോ, പലരും ഇത് വിശ്വസിക്കുന്നില്ല. അവർ നിങ്ങളുടെ വാക്കുകളെ കളിയാക്കുന്നു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം സത്യമായി അവശേഷിക്കും, മാർക്കോ പറഞ്ഞു. ആന്റോണിയോയുടെ ദൗത്യം ഞാൻ പൂർത്തിയാക്കും. ആ ഏട്, ഗുഹയിലെ വൃദ്ധൻ തന്ന രഹസ്യ മന്ത്രമുള്ള ഏട്, അത് വെറുതെയായിരുന്നില്ല. മാർക്കോ ആ ഏട് റുസ്റ്റിച്ചെല്ലോയെ കാണിച്ചു. അതിൽ ചില പുരാതന അടയാളങ്ങളും മന്ത്രങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു. മാർക്കോ മംഗോൾ സാമ്രാജ്യത്തിൽ വെച്ച് പഠിച്ച ഭാഷയുടെ സഹായത്തോടെ ആ മന്ത്രം വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. ആ മന്ത്രം സ്ഫടികലിംഗത്തെക്കുറിച്ചുള്ളതായിരുന്നു. അത് പ്രപഞ്ചത്തിലെ അറിവുകൾ എങ്ങനെ ശേഖരിച്ചു വയ്ക്കുന്നു എന്നും അത് എങ്ങനെ ഊർജ്ജത്തെ നിയന്ത്രിക്കുന്നു എന്നും അതിൽ വിവരിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായി ആന്റോണിയോയ്ക്ക് ആ ശക്തിയെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായിരുന്നുവെന്നും അവൻ ആ സ്ഫടികലിംഗത്തിൽ ലയിച്ചത് ലോകത്തിന് ഒരു വലിയ അറിവ് നൽകാനാണെന്നും അതിൽ പറഞ്ഞിരുന്നു. ആന്റോണിയോ മരിച്ചിട്ടില്ല. അവന്റെ ആത്മാവ് ആ സ്ഫടികലിംഗത്തിൽ ജീവിക്കുന്നു. അവൻ ഈ ലോകത്തിനുവേണ്ടി കാവൽ നിൽക്കുകയാണ്, ഈ ശക്തിയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കാൻ. റുസ്റ്റിച്ചെല്ലു ആന്റോണിയോയുടെ വാക്കുകൾ കേട്ട് അത്ഭുതപ്പെട്ടു. അവൻ ആ മന്ത്രം തന്റെ പുസ്തകത്തിൽ ചേർക്കാൻ തീരുമാനിച്ചു. ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ എന്ന പുസ്തകത്തിന്റെ അടുത്ത പതിപ്പിൽ ഈ വിവരങ്ങൾ ഉൾപ്പെടുത്താൻ അവൻ തീരുമാനിച്ചു. ഒരു ദിവസം മാർക്കോയ്ക്ക് ഒരു വിവരം ലഭിച്ചു. ഫ്രാൻസിസ്കോ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. മാർക്കോയ്ക്ക് ഞെട്ടൽ തോന്നി. ഫ്രാൻസിസ്കോയുടെ ലക്ഷ്യമെന്തായിരുന്നു? അവൻ നേരെ ആൽപ്സിലെ ഗുഹയിലേക്ക് പോയിട്ടുണ്ടാകുമോ? മാർക്കോ ഉടൻ തന്നെ ആൽപ്സ് പർവ്വതനിരകളിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവൻ നിക്കോളോയോടും മഫിയോടും യാത്ര പറഞ്ഞു. എനിക്ക് ആന്റോണിയോയെ സംരക്ഷിക്കണം. ഈ ശക്തി തെറ്റായ കൈകളിൽ എത്താൻ പാടില്ല. മാർക്കോ ഒറ്റയ്ക്ക് ആൽപ്സ് പർവ്വതനിരകളിലേക്ക് യാത്ര തിരിച്ചു. ഇത്തവണ അവന്റെ മനസ്സിൽ ഒരുതരം ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അവൻ ഫ്രാൻസിസ്കോയെ തടയും. യാത്രയിൽ ഗുഹയുടെ പുറകിലായി പോകുന്ന വഴിയിൽ ഫ്രാൻസിസ്കോയുടെ ചില ആളുകളെ മാർക്കോ കണ്ടു. അവർ ഗുഹയ്ക്കടുത്തേക്ക് നീങ്ങുകയായിരുന്നു. ഫ്രാൻസിസ്കോ ഗുഹയുടെ അടുത്തെത്തിയിട്ടുണ്ടാകണം. മാർക്കോ വേഗത്തിൽ ഗുഹയുടെ അടുത്തേക്കോടി. ഗുഹയുടെ കവാടം അടഞ്ഞിരുന്നു. എന്നാൽ ഒരു ചെറിയ വിടവ് അതിലുണ്ടായിരുന്നു. അതിലൂടെ നേർത്ത മഞ്ഞ വെളിച്ചം പുറത്തേക്ക് കണ്ടു. ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒരുതരം ശബ്ദം കേട്ടു. ഫ്രാൻസിസ്കോയുടെ ശബ്ദമായിരുന്നു അത്. അവൻ ആന്റോണിയോയുടെ രഹസ്യം കണ്ടെത്തിയിരിക്കുകയാണ്. മാർക്കോ ഗുഹയുടെ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കി. ഫ്രാൻസിസ്കോ സ്ഫടികലിംഗത്തിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. അവന്റെ കൈയിൽ ഗുഹയിലെ വൃദ്ധൻ മാർക്കോയ്ക്ക് തന്ന ഏടിന്റെ ഒരു പതിപ്പുണ്ടായിരുന്നു. ഫ്രാൻസിസ്കോ രഹസ്യമായി ഈ ഏട് എങ്ങനെ സ്വന്തമാക്കി? ഫ്രാൻസിസ്കോ ആ ഏടിലെ മന്ത്രമുരുവിക്കൊണ്ട് സ്ഫടികലിംഗത്തിനടുത്തേക്ക് നീങ്ങുകയായിരുന്നു. സ്ഫടികലിംഗം കൂടുതൽ ശക്തമായി തിളങ്ങി. ഒരുതരം അപകടം അടുത്തെത്തിയിരിക്കുന്നു എന്ന് മാർക്കോയ്ക്ക് തോന്നി. ആന്റോണിയോയുടെ മുഖം സ്ഫടികലിംഗത്തിൽ മിന്നിമറിഞ്ഞു. അവന്റെ മുഖത്ത് ഒരുതരം ഭയം നിഴലിച്ചു. ഫ്രാൻസിസ്കോ മന്ത്രം പൂർത്തിയാക്കിയപ്പോൾ സ്ഫടികലിംഗത്തിൽ നിന്ന് ഒരുതരം ശക്തി പുറത്തേക്ക് വന്നു. അത് ഫ്രാൻസിസ്കോയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. ഫ്രാൻസിസ്കോയുടെ കണ്ണുകൾ തിളങ്ങി. അവന്റെ ശരീരം ഒരുതരം ഊർജ്ജം കൊണ്ട് നിറഞ്ഞു. ഈ ശക്തി എനിക്ക് സ്വന്തം.
ഫ്രാൻസിസ്കോ അലറി. അവന്റെ ശബ്ദം ഗുഹയിൽ മുഴങ്ങി. ഞാൻ ലോകത്തെ ഭരിക്കും. മാർക്കോ ഞെട്ടിത്തരിച്ചു. ഫ്രാൻസിസ്കോ ശക്തി സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി എന്ത് സംഭവിക്കും? ലോകം അപകടത്തിലാണോ? പെട്ടെന്ന് ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒരുതരം വിചിത്രമായ ശബ്ദം കേട്ടു. അത് മനുഷ്യന്റെ ശബ്ദമായിരുന്നില്ല. അതൊരു തരം പുരാതനമായ ശക്തിയുടെ ശബ്ദമായിരുന്നു. സ്ഫടികലിംഗം പൊട്ടിത്തെറിക്കുന്നതുപോലെ ഒരുതരം ശബ്ദം കേട്ടു. ഗുഹയ്ക്കുള്ളിൽ ഒരു വലിയ പ്രകാശം നിറഞ്ഞു. പ്രകാശം മാറിയപ്പോൾ മാർക്കോ കണ്ടത് ഒരു വിചിത്രമായ കാഴ്ചയായിരുന്നു. സ്ഫടികലിംഗം ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഫ്രാൻസിസ്കോയെ അവിടെ കണ്ടില്ല. അവൻ എന്ത് സംഭവിച്ചു? അതേസമയം ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒരുതരം തീവ്രമായ ഊർജം പുറത്തേക്ക് വന്നു. അത് ലോകം മുഴുവൻ വ്യാപിക്കുന്നതുപോലെ തോന്നി. മാർക്കോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ആന്റോണിയോയുടെ ആത്മാവ് ഫ്രാൻസിസ്കോയെ തടഞ്ഞിരിക്കുന്നു. പക്ഷെ എങ്ങനെ? എന്ത് സംഭവിച്ചു? അവൻ ഗുഹയുടെ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കി. സ്ഫടികലിംഗത്തിനു ചുറ്റും ഒരുതരം മഞ്ഞ വെളിച്ചം നിറഞ്ഞു നിന്നിരുന്നു. അതിനുള്ളിൽ ഫ്രാൻസിസ്കോയുടെ നിഴൽ രൂപം മിന്നിമറിഞ്ഞു. ഒരുപക്ഷെ ആന്റോണിയോ അവനെ സ്ഫടികലിംഗത്തിനുള്ളിൽ തടവിലാക്കിയിരിക്കുമോ? മാർക്കോയ്ക്കൊരുതരം ഭയം തോന്നി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യം അവന്റെ കൺമുന്നിൽ സംഭവിച്ചിരിക്കുന്നു. ആ ശക്തി അതെന്തിനാണ് കാത്തിരിക്കുന്നത്? ഗുഹയുടെ പുറത്തുനിന്ന മാർക്കോയുടെ ചോദ്യം കാറ്റിൽ അലിഞ്ഞുപോയി. ഗുഹയിൽ നിന്ന് പുറത്തുവന്ന തീവ്രമായ ഊർജം മാർക്കോയെ നിശ്ചലനാക്കി. അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഒരു നിമിഷം അവന് ശ്വാസം നിലച്ചതുപോലെ തോന്നി. പ്രകാശവും ശബ്ദവും നിലച്ചപ്പോൾ ഗുഹയിൽ ഒരു ഭീകരമായ നിശബ്ദത തളം കെട്ടി. ഉള്ളിൽ നിന്ന് നേരിയ ഒരു മഞ്ഞ വെളിച്ചം മാത്രം പുറത്തേക്ക് കണ്ടു. ഫ്രാൻസിസ്കോയുടെ നിഴൽ രൂപം സ്ഫടികലിംഗത്തിനുള്ളിൽ മിന്നിമറഞ്ഞപ്പോൾ മാർക്കോയുടെ ഉള്ളിൽ ഭയവും ആകാംക്ഷയും ഒരുപോലെ നിറഞ്ഞു. അവന്റെ സഹോദരൻ അന്റോണിയോ, ഒരുപക്ഷേ ജീവൻ നൽകി സംരക്ഷിച്ച ശക്തിയായിരുന്നു അത്. അന്റോണിയോയുടെ ദൗത്യം സത്യം വെളിപ്പെടുത്തുക എന്നതിലുപരി ഈ ശക്തിയെ ദുരുപയോഗം ചെയ്യുന്നവരിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കുക എന്നതുകൂടിയായിരുന്നുവെന്ന് മാർക്കോ തിരിച്ചറിഞ്ഞു. അവന്റെ ഉള്ളിൽ ഒരു തരം ദൃഢനിശ്ചയം ഉടലെടുത്തു. ഈ രഹസ്യം ലോകത്തിനൊരു പാഠമാകണം. മാർക്കോ പതിയെ അതീവ ശ്രദ്ധയോടെ ഗുഹയുടെ കവാടം തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഗുഹയ്ക്കുള്ളിൽ ഒരു തരം ദുരൂഹമായ ശാന്തത തളം കെട്ടിനിന്നു. സ്ഫടികലിംഗം ഇപ്പോഴും അവിടെ തിളങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ തിളക്കം കൂടുതൽ മൃദുലവും ആഴമുള്ളതുമായി തോന്നി. അതിന്റെ ചുറ്റും നേർത്ത ഒരു മഞ്ഞ പ്രഭാവലയമുണ്ടായിരുന്നു. മാർക്കോ സ്ഫടികലിംഗത്തിനടുത്തേക്ക് നടന്നു. അതിനുള്ളിൽ ഫ്രാൻസിസ്കോയുടെ നിഴൽ രൂപം ഇപ്പോഴും കാണാമായിരുന്നു. എന്നാൽ അതൊരു ശൂന്യമായ രൂപം പോലെയായിരുന്നു. അവന് ചലനമില്ലായിരുന്നു. കണ്ണുകളിൽ ജീവനില്ല. ഫ്രാൻസിസ്കോയെ ആന്റോണിയോ സ്ഫടികലിംഗത്തിനുള്ളിൽ തടവിലാക്കിയിരിക്കുകയാണെന്ന് മാർക്കോയ്ക്ക് മനസ്സിലായി. സ്ഫടികലിംഗത്തിന്റെ ശക്തിയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഫലമായിരുന്നു അത്. ആന്റോണിയോയുടെ ആത്മാവ് ഒരു കാവൽക്കാരനെപ്പോലെ ഈ അറിവിനെ സംരക്ഷിച്ചു. അതേസമയം ഗുഹയിലെ വൃദ്ധൻ തനിക്ക് നൽകിയ രഹസ്യമന്ത്രമുള്ള ഏടിലെഴുതിയ കാര്യങ്ങൾ മാർക്കോയ്ക്ക് വ്യക്തമായി ഓർമ്മ വന്നു. സ്ഫടികലിംഗം പ്രപഞ്ചത്തിലെ അറിവുകൾ ശേഖരിച്ചുവയ്ക്കുന്നു. അത് ഊർജത്തെ നിയന്ത്രിക്കുന്നു. എന്നാൽ അത് ശുദ്ധമായ മനസ്സുള്ളവർക്ക് മാത്രമേ സ്വന്തമാക്കാൻ കഴിയൂ. ദുഷ്ടമനസ്സുള്ളവർക്ക് അതൊരു കെണിയായിരിക്കും. ഫ്രാൻസിസ്കോയുടെ ദുരാഗ്രഹം അവനെ സ്വന്തം കെണിയിലാക്കിയിരിക്കുന്നു. അവൻ ലോകത്തെ ഭരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ സ്ഫടികലിംഗം അവനെ അതിന്റെ അടിമയാക്കി. മാർക്കോ പതിയെ സ്ഫടികലിംഗത്തിൽ തൊട്ടു. ഒരുതരം തണുപ്പും ഊർജവും അവന്റെ ശരീരത്തിലൂടെ കടന്നുപോയി. അവന്റെ മനസ്സിലേക്ക് ചില ചിത്രങ്ങൾ മിന്നിമറഞ്ഞു. മംഗോൾ സാമ്രാജ്യം, കുബ്ലൈ ഖാൻ, അവന്റെ യാത്രയിലെ ഓരോ ഘട്ടങ്ങളും. അന്റോണിയോയുടെ മുഖം വ്യക്തമായി സ്ഫടികലിംഗത്തിൽ തെളിഞ്ഞു. അവന്റെ കണ്ണുകളിൽ സങ്കടവും എന്നാൽ ഒരുതരം സമാധാനവും നിറഞ്ഞിരുന്നു. സത്യം പറയുക മാർക്കോ. ലോകത്തെ സത്യമറിയിക്കുക. ഈ ശക്തി ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ. മാർക്കോയ്ക്ക് അന്റോണിയോയുടെ ദൗത്യം പൂർണ്ണമായി മനസ്സിലായി. വെറുതെ ഒരു കഥ പറയുകയല്ലായിരുന്നു, മറിച്ച് അറിവിന്റെയും ശക്തിയുടെയും യഥാർത്ഥ സ്വഭാവം ലോകത്തെ അറിയിക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. സ്ഫടികലിംഗം ഒരു മായാജാലമായിരുന്നില്ല, മറിച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അറിവ് ശേഖരിച്ചുവെച്ച ഒരു ഊർജ്ജ കേന്ദ്രമായിരുന്നു. മാർക്കോ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. അവന്റെ ഉള്ളിൽ ഒരുതരം സമാധാനമുണ്ടായിരുന്നു. യാത്രയിൽ കണ്ടുമുട്ടിയ ഓരോ വ്യക്തിയും ഓരോ അനുഭവവും അവനെ ഈ സത്യത്തിലേക്ക് നയിക്കുകയായിരുന്നു. അവൻ വെനീസിലേക്ക് മടങ്ങി. റുഷ്ടിച്ചെല്ലോയെ കണ്ടുമുട്ടി. മാർക്കോ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഗുഹയിൽ സംഭവിച്ചത്, അവൻ റുഷ്ടിച്ചില്ലയോട് വിശദീകരിച്ചു. ഫ്രാൻസിസ്കോയുടെ വിധി, അന്റോണിയോയുടെ ദൗത്യം, സ്ഫടികലിംഗത്തിന്റെ യഥാർത്ഥ സ്വഭാവം,
എല്ലാം അവൻ വിശദമായി വിവരിച്ചു. റുസ്റ്റിച്ചെല്ലോ അമ്പരപ്പോടെ മാർക്കോയുടെ വാക്കുകൾ കേട്ടു. അവന്റെ പുസ്തകത്തിന്റെ അടുത്ത പതിപ്പിൽ ഈ വിവരങ്ങൾ ഉൾപ്പെടുത്താൻ അവൻ തീരുമാനിച്ചു. ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ എന്ന പുസ്തകം ലോകമെമ്പാടും കൂടുതൽ പ്രചരിക്കാൻ തുടങ്ങി. സ്ഫടികലിംഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പലരും വിശ്വസിച്ചില്ലെങ്കിലും അതൊരു പുതിയ സംവാദത്തിന് വഴിയൊരുക്കി. സത്യവും ഐതിഹ്യവും തമ്മിലുള്ള അതിർവരമ്പ് എത്രത്തോളം നേർത്തതാണ് എന്നതിനെക്കുറിച്ച്. മാർക്കോയുടെ വാക്കുകൾ പലർക്കും ഭ്രാന്തായി തോന്നി. അവനെ കളിയാക്കുന്നവരും അവിശ്വസിക്കുന്നവരും നിരവധിയായിരുന്നു. എന്നാൽ മാർക്കോയ്ക്കതൊരു പ്രശ്നമായിരുന്നില്ല. അവൻ സത്യം ലോകത്തോട് പറഞ്ഞിരുന്നു. അവന് ആന്റോണിയോയുടെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നു. നിക്കോളോയും മഫിയോയും പ്രായത്തിന്റെ അവശതകളിലും മാർക്കോയ്ക്ക് പിന്തുണ നൽകി. അവർ മാർക്കോയുടെ വാക്കുകൾ വിശ്വസിച്ചു. അവരുടെ കണ്ണുകളിൽ മാർക്കോയോടുള്ള സ്നേഹവും ബഹുമാനവും നിറഞ്ഞിരുന്നു. മാർക്കോ പോളോ തന്റെ ജീവിതം വെനീസിൽ തുടർന്നു. അവൻ വിവാഹിതനായി, കുട്ടികളുണ്ടായി. പക്ഷേ അവന്റെ മനസ്സെന്നും ആൽപ്സിലെ ഗുഹയെയും സ്ഫടികലിംഗത്തെയും അന്റോണിയോയുടെ ആത്മാവിനെയും തേടിയിരുന്നു. ഒരു ദിവസം മാർക്കോ പോളോ തന്റെ അന്ത്യശ്വാസം വലിച്ചു. മരണക്കിടക്കിൽ വെച്ച് അവനോട് ചിലർ ചോദിച്ചോ, മാർക്കോ, നിങ്ങൾ പറഞ്ഞ കഥകളിൽ എന്തെങ്കിലും കള്ളമുണ്ടായിരുന്നോ? ഈ അവസാന നിമിഷത്തിലെങ്കിലും സത്യം പറയൂ. മാർക്കോ പുഞ്ചിരിച്ചു. അവന്റെ കണ്ണുകളിൽ ലോകം കണ്ട മനുഷ്യന്റെ ജ്ഞാനം നിറഞ്ഞുനിന്നു. ഞാൻ കണ്ടതിന്റെ പകുതി പോലും ലോകത്തോട് പറഞ്ഞിട്ടില്ല. കാരണം അതാരും വിശ്വസിക്കില്ല. അവന്റെ വാക്കുകൾ ലോകത്തിനൊരുതരം നിഗൂഢതയായി അവശേഷിച്ചു. മാർക്കോ പോളോയുടെ യാത്ര ഒരു ഐതിഹ്യമായി മാറിയെങ്കിലും ആൽപ്സിലെ ഗുഹയിൽ ഇന്നും സ്ഫടികലിംഗം തിളങ്ങി നിൽക്കുന്നുണ്ടാവാം. ആന്റോണിയോയുടെ ആത്മാവ് ഒരു കാവൽക്കാരനെപ്പോലെ പ്രപഞ്ചത്തിലെ അറിവിനെ സംരക്ഷിച്ചുകൊണ്ട്. മാർക്കോ പോളോയുടെ കഥ സത്യവും ഐതിഹ്യവും തമ്മിലുള്ള അതിർവരമ്പ് മായ്ച്ചു കളയുന്നു. ലോകം കണ്ട മനുഷ്യൻ ലോകത്തെ കണ്ടിട്ടും വിശ്വസിക്കപ്പെടാത്തവനായി മാറി. പക്ഷേ അവന്റെ യാത്ര മനുഷ്യന്റെ ജിജ്ഞാസയുടെയും ധൈര്യത്തിന്റെയും അറിവിനായുള്ള തേടലിന്റെയും ഒരു അനശ്വരമായ പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നു.